എന്താണ് പെട്ടെന്ന് അതിന്റെ മോഷൻ ഇപ്പൊ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഓക്കെ പെട്ടെന്ന് അത് അതിന്റെ മൂവ്മെന്റ് മാറ്റാൻ, അല്ലെങ്കിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിൽക്കാനോ, നിൽക്കുന്നതിന് മൂവ് ചെയ്യാനോ, അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്പീഡ് കുറയാനോ, അതിനൊക്കെയുള്ള ഒരു ടെൻഡൻസി ഒക്കെയാണ് ഇന്നബിലിറ്റി. അതിന് കഴിയുന്നില്ല. അതിനെ നമ്മൾ എന്ത് പറഞ്ഞത്? ഇനേർഷ്യ എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കാര്യമായിട്ട് പറയാനുള്ളത് ഇനേർഷ്യയെ ബാധിക്കുന്ന അഥവാ ഇനേർഷ്യയെ എഫക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് പറയാം. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് എല്ലാവരും ടെക്സ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അല്ലെ? അത് ഞാൻ ആദ്യം ചോദിക്കേണ്ടതായിരുന്നു, മറന്നുപോയി. ടെക്സ്റ്റ് എടുത്ത് വെച്ചിട്ടില്ല എല്ലാവരും? ഉണ്ട്. ഓക്കെ, ശരി ശരി. പേജ് നമ്പർ 49, 49ാമത്തെ പേജ് നിർത്തേ. അതില് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു വെച്ചതിന് ശേഷം ബാക്കി നമുക്ക് തുടങ്ങാം. മാസ് ആൻഡ് ഇനേർഷ്യ അല്ലെ? ഒരു ബോഡിയുടെ ഇനേർഷ്യയും പിന്നെ ആ ബോഡിയുടെ വെയിറ്റും തമ്മിലുള്ള ഒരു റിലേഷനാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ വലിയ ലോറി, ഈ ചരക്ക് ലോറി ഒക്കെ അല്ലേ, അതിങ്ങനെ പെട്ടെന്ന് ഈ വളവൊക്കെ തിരിയാൻ, കേർവ്സ് ഒക്കെ തിരിയാൻ ആ ലോറിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അവര് വളരെ സ്ലോ ആക്കി മെല്ലെ 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 തിരിയുന്ന കണ്ടിട്ടുണ്ടാവുക. അതും പോട്ടെ, പിന്നെ ഈ പൂരപ്പറമ്പിലൊക്കെ ഇടയ്ക്ക് ആന ഇടയും എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോഴൊക്കെ ആൾക്കാർ ഓടുമ്പോ അവരോട് പറയുന്നല്ല, പൊതുവെ പറയുന്നത് എന്താന്ന് വെച്ചാല്, ആന പിന്നാലെ നമ്മൾ ഓടിക്കുമ്പോ, ആന നമ്മളെ പിന്നാലെ വരികയാണെങ്കിൽ നമ്മൾ ഒരിക്കലും സ്ട്രെയിറ്റ് ആയിട്ട് ഓടരുത് പറയണേക്കാം. സിഗ്സാക്ക് ആയിട്ട് ഇങ്ങനെ വളഞ്ഞ് ഓടണം എന്നാ പറയുന്നത്. വളഞ്ഞ് നേരെ ഓടരുത്. വളഞ്ഞ് നേരെ ഓടിയെന്ന് സംഭവിക്കാം, ആന വരുമ്പോൾ കുത്തില്ലേ? വളഞ്ഞ് ഒരു സൈഡിലേക്ക് പോകണം എന്നാ പറയുന്നത്. അങ്ങനെ പറയും, സിഗ്സാക്ക് ആയിട്ട് പോകണം എന്ന് പറയും. അതായത് ഡയറക്ഷൻ ഇടയ്ക്കിടയ്ക്ക് മാറ്റി പോകണം എന്ന് പറയും. അതൊക്കെ എന്താ കാരണം? നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ആന, വലിയ ലോറി, അവർക്കൊക്കെ കോമൺ ആയിട്ടുള്ള എന്താണ്? മാസ് അല്ലെ? നല്ല വെയിറ്റ് ഉള്ള സാധനം. അപ്പൊ അവർക്കൊക്കെ പെട്ടെന്ന് അവരുടെ ആ ഒരു മോഷൻ, അത് നിൽക്കാനോ അല്ലെങ്കിൽ ഡയറക്ഷൻ മാറ്റുക, അങ്ങനത്തെ ചില കാര്യങ്ങൾ നടത്താനൊക്കെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ വേറൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളിപ്പോ ഈ ടാറൊക്കെ ഉള്ള വലിയ എന്താ പറയാ, വീപ്പയോ അങ്ങനെ പറയില്ല നമ്മള്, അങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ട് വിചാരിക്കുക. ഒന്ന് നിറച്ച് ടാറുണ്ട്, ഒന്നുമില്ല, അത് എം ടി ആണ് വിചാരിക്കുക. നമ്മൾ ഇതിനെ ഉന്തുകയാണ് വിചാരിക്കുക. അപ്പൊ എം ടി ആയിട്ടുള്ള ആ ഒരു വീപ്പ് നമുക്ക് പെട്ടെന്ന് ജസ്റ്റ് ചെറിയൊരു ഫോഴ്സ് മതി, നമുക്കത് ഉന്തിയാൽ അത് നിലത്തേക്ക് വീഴും. പക്ഷേ ആ ടാർ ഒഴിച്ച് വെച്ച് നിറഞ്ഞിരിക്കുന്ന ആ വീപ്പ് നമ്മൾ എത്ര തള്ളിയാലും മൂവ് ചെയ്യില്ല അത്. കാരണം അതിന് അത്ര വെയിറ്റ് ഉണ്ട്. അപ്പൊ അത് ഓൾറെഡി റെസ്റ്റിലാണ് ഇരിക്കുന്നത്. അവിടെ ഇനേർഷ്യ കൂടുതലായത് കൊണ്ട് എന്താണ്, റെസ്റ്റിലിരിക്കുന്ന ആ സാധനം പെട്ടെന്ന് മോഷൻ അല്ലെ, മൂവ്മെന്റിന് അതിന് കഴിയുന്നില്ല, മാസ് കൂടുതലാണ്. മറ്റേ വീപ്പയില് വെയിറ്റ് ഇല്ല അല്ലെ, ടാറില്ല, അത് എം ടി ആണ്. അപ്പൊ അതിനെന്താണ്, ഞാനൊരു ഫോഴ്സ് കൊടുത്തപ്പോഴേക്കും അത് എന്ത് സംഭവിച്ചു? അത് മൂവ് ചെയ്തു. അപ്പൊ മാസും ഇനേർഷ്യയും തമ്മിലുള്ള ബന്ധമാണ് ഈ പറയുന്നത്. മാസ് കൂടുമ്പോ എന്ത് കൂടും? ഇനേർഷ്യ കൂടും. മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ സ്റ്റോപ്പ്. ഇപ്പൊ ഒരു ട്രെയിൻ വരികയാണ് വിചാരിക്കുക, നല്ല ഭയങ്കര സ്പീഡിൽ ഒരു ട്രെയിൻ വരികയാണ്, നമ്മുടെ രാജധാനിയൊക്കെ വരിക. ഈ വരുന്ന സമയത്ത് ഞാനത് ജസ്റ്റ് എന്താ പറയാ, ഞാനെന്നല്ല കേട്ടോ, ഒരു ഫോഴ്സ് അതിനെതിരെ വന്നിട്ട് അതിനെ സ്റ്റോപ്പ് ചെയ്താ എത്ര ഫോഴ്സ് കൊടുത്താലാണ് ആ വണ്ടിയൊന്നും നിർത്താൻ പറ്റുക? അത്രയും വലിയ കുറേ ബോഗികളും അതും ഇതൊക്കെ ഉള്ള ഒരു വണ്ടിയാണ് വിചാരിക്കുക, ട്രെയിൻ നല്ല മാസമുള്ള. പക്ഷെ ഒരു സൈക്കിളാണ് വരുന്നത് വിചാരിക്കാം. സൈക്കിളിൽ ഞാനൊന്ന് തടഞ്ഞു വെച്ച സൈക്കിൾ അവിടെ നിൽക്കും. എന്തുകൊണ്ടാ? സൈക്കിളിന് അത്ര മാസേ ഉള്ളൂ. അപ്പൊ അതിന്റെ മോഷൻ, അപ്പൊ അതിന് ഇനേർഷ്യ കുറവാണ്. അപ്പൊ അതിന്റെ മോഷൻ നമുക്ക് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ട്രെയിൻ അങ്ങനെയല്ല, അത്ര മാസിലാണോ വരുന്നത്. അതിപ്പോ ചെറിയ ഒരു സ്പീഡിൽ, അതായത് സ്റ്റേഷനിലേക്ക് വന്ന് നിൽക്കുന്ന ട്രെയിൻ ആണെങ്കിലും നമ്മൾ വല്ല ഫോഴ്സും കൊടുത്ത ട്രെയിൻ നിൽക്കുവോ? പോട്ടെ, ഒരു ബസ് നിൽക്കുവോ? നിൽക്കില്ല. എന്താ? മാസ് അത്രയ്ക്കുണ്ട്. പക്ഷെ ഒരു സൈക്കിൾ നിൽക്കും, മാസ് അധികം ഇല്ല. അപ്പൊ മാസ് കൂടുമ്പോൾ ഇനേർഷ്യ കൂടും. അപ്പൊ എന്താ സംഭവിക്കുക? മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ നിർത്താൻ നമുക്ക് വളരെയധികം ഫോഴ്സ് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇത്ര മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. മാസ് കൂടുമ്പോൾ എന്ത് കൂടും? ഇനേർഷ്യ കൂടും. ഫസ്റ്റ് സ്ലൈഡിൽ ഉണ്ട് എന്താണ്? ഇനേർഷ്യ ഓഫ് എൻ ഒബ്ജക്ട് ഡിപെൻഡ്സ് അപ്പോൺ ഇറ്റ്സ് മാസ്. വെൻ ദ മാസ് ഇൻക്രീസസ്, ഇനേർഷ്യ ഓൾസോ ഇൻക്രീസസ്. അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, മാസ് കൂടുമ്പോൾ ഇനേർഷ്യ കൂടും. ഇനി അടുത്തത് നമ്മുടെ ടെക്സ്റ്റില് വരുന്ന ഒരു കാര്യമാണ്, പിന്നെ വേറെ ചോദ്യം ഉണ്ടല്ലോ ടെക്സ്റ്റില്. എന്താണത്? നിങ്ങൾ ടെക്സ്റ്റ് നോക്കിയേ. ഇഫ് എ ടെന്നീസ് ബോൾ മാസ് 58.5 and a ക്രിക്കറ്റ് ബോൾ 163 gram. അപ്പൊ ക്രിക്കറ്റ് ബോൾ ആണ് വെയിറ്റ് കൂടുതൽ അല്ലെ? ടെന്നീസ് നിങ്ങൾ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടാവില്ലേ? ടെന്നീസ് ബോൾ കൊണ്ടും കളിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ക്രിക്കറ്റ് ബോൾ കൊണ്ടും ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടാവും. അതിലിപ്പോ ക്രിക്കറ്റ് ബോളിൽ നമ്മൾ ഹിറ്റ് ചെയ്ത് വിടാൻ എത്ര ഫോഴ്സ് കൊടുക്കണം? ടെന്നീസ് ബോൾ അങ്ങനെയല്ല. ടെന്നീസ് ബോൾ എങ്ങനെയാണ്? ജസ്റ്റ് ചെറുതായിട്ട് നമ്മളൊന്ന് ഹിറ്റ് ചെയ്താൽ തന്നെ ടെന്നീസ് ബോൾ പോവും. 6ഉം 4ഒക്കെ നിങ്ങൾ വിചാരിക്കുന്നോടത്തേക്ക് പോകും. പക്ഷെ ക്രിക്കറ്റ് ബോൾ അങ്ങനെയാണോ? അല്ല, നല്ല വെയിറ്റ് ഉണ്ട്. അപ്പൊ അതിനെ മൂവ് ചെയ്യിപ്പിക്കാൻ നമുക്ക് നല്ല ഫോഴ്സ് കൊടുക്കേണ്ടി വരും.
അപ്പോ ഒരേ ഫോഴ്സിൽ നമ്മൾ ടെന്നീസ് ബോളും ക്രിക്കറ്റ് ബോളും ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെ, അത് ഒരേ ദൂരം പോകണമെങ്കിൽ, ഹിറ്റ് ചെയ്യാന്നല്ല, ഒരേ ദൂരം പോകണമെങ്കിൽ ഏത് ബോളിലായിരിക്കും നമുക്ക് കൂടുതൽ ഫോഴ്സ് കൊടുക്കേണ്ടി വരിക എന്ന് പറഞ്ഞു? ടെന്നീസ് ബോളാണോ ക്രിക്കറ്റ് ബോളാണോ? ക്രിക്കറ്റ് ബോൾ. ക്രിക്കറ്റ് ബോളാണ്. കാരണം എന്താണ്? ക്രിക്കറ്റ് ബോളിന് എന്ത് കൂടുതലാണ്? മാസ് കൂടുതലാണ്. ശരി, ഓക്കെ. അപ്പൊ അത് അത്രേ ഉള്ളൂ, അത്ര മാത്രമേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ ഒരു കാര്യം നമുക്ക് പറയാനുണ്ട്, അതാണ് മൊമെന്റം. മൊമെന്റം നിങ്ങൾ ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുകയായിരിക്കും. നിങ്ങൾ ഇതുവരെ കഴിഞ്ഞ കൊല്ലൊന്നും മൊമെന്റത്തിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. മാസും ഒക്കെ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ബട്ട് മൊമെന്റം നമ്മൾ പറഞ്ഞിട്ടില്ല. മൊമെന്റം അഥവാ ഒരു ഇമ്പാക്റ്റ് ആണ്. അത് ആ ഒരു വസ്തു നമ്മളിൽ ഉണ്ടാക്കുന്ന ആ ഒരു ആ ഓഡിയോ ഒന്ന് ആരാണ് മ്യൂട്ട് ചെയ്യാത്തത്? ഓക്കെ, ഡൺ. ശരി. അപ്പൊ അതില് അപ്പൊ എന്താ ഞാൻ പറഞ്ഞത്? മൊമെന്റം. യെസ്. ഒരു വസ്തു ഉണ്ടാക്കുന്ന ഇമ്പാക്ട്, ഒരു ഫോഴ്സ് കൊടുത്തു, അപ്പൊ അവിടെ ഉണ്ടാവുന്ന ഇമ്പാക്ട്, അതാണ് മൊമെന്റം എന്ന് പറയുന്നത്. ഒരു അതെന്താ നമ്മൾ എക്സ്പ്ലനേഷൻ എന്താ പറയുന്നത്? ഇറ്റ്സ് എ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് മൂവിങ് ഒബ്ജക്ട്. മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൽ ഉണ്ടാവുന്നതാണ് മൊമെന്റം. ഇറ്റ് ഈസ് മെഷർഡ് ആസ് എ പ്രൊഡക്റ്റ് ഓഫ് മാസ് ഓഫ് ദ ബോഡി ആൻഡ് ഇറ്റ്സ് വെലോസിറ്റി. ഒരു ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക, മൂവ് ചെയ്യുന്ന ബോഡിക്ക് മൊമെന്റം ഉണ്ടാവുള്ളൂ. ആ മൂവ് ചെയ്യുന്ന ബോഡി എത്ര വെയിറ്റ് ഉള്ള ബോഡിയാണ്, പിന്നെ അത് എത്ര സ്പീഡിൽ, എത്ര വെലോസിറ്റിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അത് രണ്ടും അറിയാമെങ്കിൽ നമുക്ക് ആ ബോഡിയുടെ മൊമെന്റം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് മൊമെന്റം കാൽക്കുലേറ്റ് ചെയ്യുക? മൊമെന്റം ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. മാസ് അറിയാമെങ്കിൽ, വെലോസിറ്റി അറിയാമെങ്കിൽ സിമ്പിൾ ആണ് മൊമെന്റം കാൽക്കുലേറ്റ് ചെയ്യാൻ. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാൽ മതി. മാസും മൊമെന്റം അല്ല കേട്ടോ, മാസും വെലോസിറ്റി അറിയാമെങ്കിൽ മൊമെന്റം കാൽക്കുലേറ്റ് ചെയ്യാം. മാസ് ഇൻറ്റു വെലോസിറ്റി. പിന്നെ ഒക്കെ SI യൂണിറ്റിൽ അല്ലെ, സിസ്റ്റം ഓഫ് ഇന്റർനാഷണൽ സിസ്റ്റം SI യൂണിറ്റിൽ വേണം നമ്മൾ എപ്പോഴും എന്തും ഇൻറ്റു ചെയ്യാൻ. അത് നമ്മൾ റേഷ്യോ ഒക്കെ ചോദിക്കുമ്പോൾ പോട്ടെ, അത് നമ്മൾ നോക്കണ്ട. റേഷ്യോ ചോദിക്കുമ്പോൾ നമ്മൾ SIയിലേക്ക് മാറ്റൊന്നും വേണ്ട. സാധാരണ യൂണിറ്റ് തന്നിച്ചതൊക്കെ പോട്ടെ, കാരണം കട്ട് ചെയ്ത് പോളതാണ്. ബട്ട് നമ്മളോട് കാര്യമായിട്ടുള്ള ഇങ്ങനത്തെ ഇക്വേഷൻസ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഏതെങ്കിലും യൂണിറ്റിൽ ചെയ്യരുത്. കിലോഗ്രാമിലേക്ക് മാറ്റേണ്ടി വരും. പിന്നെന്താ, കിലോമീറ്റർ ആണെങ്കിൽ മീറ്ററിലേക്ക് മാറ്റേണ്ടി വരും. അതെല്ലാം ചെയ്ത് സിസ്റ്റം ഓഫ് കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചാണ് SI യൂണിറ്റ് ഒക്കെ, 7 SI യൂണിറ്റ് ഉണ്ടെന്നൊക്കെ നിങ്ങൾ പഠിച്ചാണ്. അതിലേക്ക് മാറ്റാതെ നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഇനി മൊമെന്റം നമ്മൾ പറഞ്ഞു ഇമ്പാക്റ്റ് ആണ്. മൊമെന്റത്തിന്റെ യൂണിറ്റ് കണ്ടുപിടിക്കണം. യൂണിറ്റ് ഓഫ് മൊമെന്റം കാണാൻ എന്താ ചെയ്യുക? മൊമെന്റം എന്ന് വെച്ചാൽ എന്താ? മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. അപ്പൊ അതിന്റെ യൂണിറ്റ് കാണാൻ എന്താ ചെയ്യേണ്ടത്? യൂണിറ്റ് ഓഫ് മാസ് ഇൻറ്റു യൂണിറ്റ് ഓഫ് വെലോസിറ്റി. അത് ചെയ്താൽ മതി. നമുക്കറിയാം യൂണിറ്റ് ഓഫ് മാസ് എന്താണ്? കിലോഗ്രാം ആണ്. യൂണിറ്റ് ഓഫ് വെലോസിറ്റി എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ കിലോഗ്രാം ഇൻറ്റു മീറ്റർ പെർ സെക്കൻഡ്, അത് തന്നെയാണ് എന്റെ യൂണിറ്റ്. കിലോഗ്രാം ഇൻറ്റു മീറ്റർ പെർ സെക്കൻഡ് എന്ന് എന്ത് പറയും? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ഒന്നിച്ച് ചേർത്ത് പറയും. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അത് ക്ലിയർ ആണോ? മൊമെന്റം ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ. അതില് ഇനിയിപ്പോ കുറച്ച് ചോദ്യങ്ങൾ അവർ ചോദിക്കുന്നുണ്ടല്ലോ. പിന്നെ ഒരു കാര്യമാണ്, നിങ്ങൾ വിചാരിക്കുക, നിങ്ങളൊരു ട്രേ നിറച്ച് മണലിട്ട് വിചാരിക്കുക. എന്നിട്ട് അതിലേക്ക് കുറെ വെള്ളം കുടഞ്ഞിട്ട് നല്ല സെറ്റ് ആക്കി വെച്ചു. കുറച്ച് വെള്ളമൊക്കെ ഇട്ടിട്ട് മണൽ കുഴച്ച് ഇങ്ങനെ കറക്റ്റ് ആക്കി ട്രേയിൽ കറക്റ്റ് ആയിട്ട് വെച്ചു. എന്നിട്ട് നമ്മൾ 2 ഐസ്ക്രീം ഇടുന്ന ബോളില്ലേ, ആ ഒരു ബോളില് ഒരു ബോൾ നിറച്ച് നമ്മൾ മണലിട്ട് നിറച്ചു, ഒരു ബോൾ എംപ്റ്റി ആയിട്ട്. നമ്മൾ ഒരു ഹൈറ്റിൽ നിന്ന് താഴത്തേക്ക് ഇട്ടു. അപ്പൊ നേരെ പോയിട്ട് എങ്ങോട്ടാ? ഈ ട്രെയിലേക്ക് കേട്ടോ ഇടുന്നേ. നമ്മൾ നേരത്തെ മണലും വെള്ളം കുഴച്ച് വെച്ച് റെഡിയാക്കി വെച്ചിട്ട് അതിലേക്കാണ് ഇടുന്നത്. അപ്പൊ അതിലേക്ക് ഈ 2 ബോളും വീണാൽ എന്താ സംഭവിക്കാം? ഈ നനഞ്ഞു കുതിർന്നിരിക്കുന്ന മണലിലേക്ക് അവിടെ ഒരു കുഴിയായിട്ടുണ്ടാവും. ഈ ബോൾ വീണ സ്ഥലത്ത് ഒരു ചെറിയൊരു ഡെപ്ത്, ഒരു കുഴി ഉണ്ടാവുമല്ലോ. അപ്പൊ അതില് നമുക്ക് കണ്ടാൽ മനസ്സിലാവും, മണല് നിറച്ച് വെച്ചിട്ടുള്ള ആ ബോൾ വീണോർത്ത് കുറച്ച് കൂടുതൽ എന്തായിട്ടുണ്ടാവും? കുഴിഞ്ഞു പോയിട്ടുണ്ടാവും. മറ്റു ചിലപ്പോൾ കുഴിഞ്ഞു പോയിട്ടൊന്നും ഉണ്ടാവില്ല. സാധാ എംപ്റ്റി ബോള്, ഒന്നും നിറക്കാത്തത്, മണലില്ലാത്ത ബോൾ ഇടുമ്പോൾ വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ അതേ ഹൈറ്റിൽ തന്നെ നമ്മൾ ആ മണൽ നിറച്ച ബോൾ ഇട്ടപ്പോൾ നമ്മുടെ ഈ മണൽ നിറച്ച ട്രെയിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? ഒരു ചെറിയൊരു കുഴി, ഒരു ഡെപ്ത്, ഒരു പിറ്റ് ഉണ്ടായിട്ടുണ്ടാവും. പിറ്റ് എന്നൊന്നും പറയാല്ല, ചെറിയൊരു ഒരു കുഴി വന്നിട്ടുണ്ടാവും. അല്ലേ? വന്നിട്ടുണ്ടാവില്ലേടോ? ഉണ്ടാവില്ലേ? വരും. കാരണം എന്താണ്? ഉണ്ടാകും. എന്താ കാരണം? അത്രയും വെയിറ്റ് ഉള്ള ഒരു ബോളാണ് നമ്മൾ ഇടുന്നത്. അപ്പൊ ഇതിലേക്ക് ഒരു ഇമ്പാക്ട് വന്നു അല്ലെ? ആ ബോള് ഈ മണൽ ട്രെയിലേക്ക് ഒരു ഇമ്പാക്ട് കൊടുത്തു. ഇനി നിങ്ങൾ ആലോചിക്കുക, അപ്പൊ ഞാനിപ്പോ രണ്ടും ഒരേ ഹൈറ്റിൽ ഇട്ടു. ഇനി കുറച്ചും കൂടി ഹൈറ്റിന്ന് മുകളിലേക്ക് ഇട്ടു വിചാരിക്കാം. അപ്പൊ നിങ്ങൾ പറഞ്ഞു, ആ കുഴി വലിയ കുഴിയായിരിക്കോ ചെറിയ കുഴിയായിരിക്കോ ഉണ്ടാവുക? മുമ്പത്തേക്കാളും വലിയ കുഴിയായിട്ട് ഉണ്ടാവുക. കാരണം അത്രയും ഹൈറ്റ് നമ്മൾ ഇടുമ്പോൾ അത്രയും ഇമ്പാക്റ്റിലാണ് വരുന്നത്, അത്രയും സ്പീഡിലാണ് നമ്മൾ ഓടുന്നത് വരുന്നത്. അത്ര ഹൈറ്റ് പിന്നെ കുറച്ച് സ്പീഡ് കൂടും ചെയ്യും. അങ്ങനെ നമ്മൾ ഇടുമ്പോൾ അത് നേരെ വന്ന് ഈ മണലിന്റെ ട്രെയിലേക്ക് വീഴുമ്പോൾ കുറച്ചും കൂടി കുഴി വരും.
അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? മാസ്സായിട്ടുള്ള അത്ര വെയിറ്റ് ഉള്ള ഒബ്ജക്ട്സിലെ ഇമ്പാക്ട് കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ ഹൈറ്റ് കൂട്ടിയിട്ട് നോക്കി, അപ്പൊ കുറച്ചും കൂടി കൂടി അല്ലെ? വെയിറ്റ് ഉള്ള ഒബ്ജക്ട്സിനും കൂടി, ഹൈറ്റ് ഉള്ള ഒബ്ജക്ട്സിനും കൂടി അല്ലെ? ആ ഉയരത്തിൽ നിട്ട ബോളിലായിരിക്കും കുറച്ചും കൂടി ഇമ്പാക്ട്. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ എന്താ പറയാ, അത്ര സ്പീഡിലുമാണ് ഇമ്പാക്ട് വരുന്നത്. നിങ്ങൾ നേരത്തെ പറഞ്ഞു, ട്രെയിന് അത്ര സ്പീഡിൽ ട്രെയിൻ വന്നാൽ അത് നമുക്ക് ഒരു ഫോഴ്സിൽ നമുക്കത് നിർത്താൻ പറ്റില്ല. ട്രെയിനിന്റെ കാര്യം ഞാൻ പറഞ്ഞത്, വെറുതെ വന്നാലും അത് സ്റ്റേഷനിലേക്ക് കയറാൻ വന്നാലും നമുക്ക് നിർത്താൻ പറ്റില്ല, വേറെ കാര്യം. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ ട്രെയിനൊക്കെ വന്ന് ഇടിക്കും ചില എന്താ പറയാ റോഡില് ട്രാക്കിലൊക്കെ ചില വണ്ടികൾ കുടുങ്ങി കിടക്കുമ്പോ അത്ര സ്പീഡിൽ ട്രെയിൻ വന്ന് ഇടിക്കുകയാണെങ്കിൽ ഈ വണ്ടിയിലൊന്നും ബാക്കിയൊന്നും ഉണ്ടാവില്ല കാണാൻ, അന്തുബാധയായിട്ടുണ്ടാവും. പക്ഷെ ഇൻ കേസ് എല്ലാ സ്റ്റേഷനിലേക്ക് വരുന്ന വല്ല ട്രെയിനും ആണെങ്കിൽ അതൊക്കെ റോഡിലൊക്കെ ഇടിക്കുകയാണെങ്കിൽ ആ വണ്ടിക്ക് എന്തായാലും പരിക്കുണ്ടാവും, പക്ഷെ ആദ്യത്തെ അത്ര ഉണ്ടാവില്ല. അപ്പൊ അത്ര സ്പീഡിൽ വരുമ്പോ വളരെ അധികം ഇമ്പാക്ട് ആയിരിക്കും. ഈ റോഡിലൊക്കെ ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ അത് ആലോചിച്ചാൽ മതി. നിങ്ങൾ ട്രെയിനിലേക്ക് പോകണ്ട, റോഡിലൊക്കെ ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ രണ്ട് വണ്ടി, അത് ഒരു വണ്ടി വളരെ സ്പീഡിൽ വന്നിട്ട് ഇടിക്കുകയാണെങ്കിൽ തെറിച്ചു പോകും ആൾക്കാര്. പക്ഷെ അങ്ങനെ മെല്ലെ 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 വരുന്ന വണ്ടി ഇടിക്കുകയാണെങ്കിൽ തെറിച്ചൊന്നും പോലും, ചിലപ്പോൾ ഒരു സൈഡിലേക്ക് വീഴും, അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. കാരണം എന്താ, ആ സ്പീഡ് പറയുമ്പോൾ രണ്ടും സെയിം വണ്ടി തന്നെയല്ലേ, സെയിം മാസ് അല്ലേ, പക്ഷെ ആ സ്പീഡ് അവിടെ എഫക്റ്റ് ആണ്. സ്പീഡിന്റെ എഫക്റ്റ് ആണ് അവിടെ പറയാനുള്ളത് അല്ലെ? അപ്പൊ സ്പീഡ് കൂടുതലാവുമ്പോൾ, വെലോസിറ്റി കൂടുതലാവുമ്പോൾ എന്ത് സംഭവിക്കും? വളരെയധികം ഇമ്പാക്ട് ആയിരിക്കും. വെലോസിറ്റി കൂടുതലാകുമ്പോൾ വളരെ ഇമ്പാക്ട് ആയിരിക്കും. അതുപോലെ മാസ് കൂടുതലാകുമ്പോഴും വെലോസിറ്റി കൂടുമ്പോഴും വളരെയധികം ഇമ്പാക്ട് ആയിരിക്കും. അപ്പോ നമുക്ക് പറയാം മൊമെന്റത്തിനെ എഫക്ട് ചെയ്യുന്ന ആരൊക്കെയാണ്? നമ്മുടെ ഇക്വേഷൻ പ്രകാരം നമുക്ക് മനസ്സിലാവും, മാസും വെലോസിറ്റി കൂടുകയാണെങ്കിൽ ഇമ്പാക്ട് കൂടും, മാസ് കൂടുകയാണെങ്കിൽ ഇമ്പാക്ട് കൂടും. ഇതിൽ ഏതെങ്കിലും ഒന്ന് കുറയുകയാണെങ്കിൽ ഇമ്പാക്ട് കുറയും. ഓക്കെ. പിന്നെ നിങ്ങൾ വേറെ കാര്യം ആലോചിച്ച് നോക്കും, നമ്മളിപ്പോ ബുള്ളറ്റ് ഒരു തോക്കിൽ നിന്ന് എന്താ ഫയർ ചെയ്യാണ്. അപ്പൊ ബുള്ളറ്റ് പറയുമ്പോ എത്ര മാസേ ഉള്ളൂ ബുള്ളറ്റിന്? വളരെ ചെറിയ മാസേ ഉള്ളൂ. പക്ഷെ ഹൈ വെലോസിറ്റിയിൽ പോകുന്നത് കൊണ്ടാണ് ആ ബുള്ളറ്റ് ഒരാളെ മേല് തറച്ചു കയറാൻ പറ്റുന്നുണ്ട്. ബുള്ളറ്റിന്റെ എൻഡ് നിങ്ങൾ സിനിമയിലെ കണ്ടിട്ടുണ്ടാവും. അത്ര നമ്മുടെ ഈ എന്താ പറയാ പിന്ന് പോലത്തെ അത്ര പോയിന്റ് ഒന്നും അല്ല ബുള്ളറ്റ്, അല്ലല്ലോ. അത്ര നമ്മുടെ ഈ സൂചി, നമ്മൾ തുന്നൽ ഉപയോഗിക്കുന്ന സൂചിയുടെ പോലെ അത്രയും ഷാർപ്പാണ്? അല്ല, ബുള്ളറ്റ് അങ്ങനെയൊന്നും അല്ല. പക്ഷെ അത് അത്രയും എഫക്റ്റ്, ആളുടെ ഉള്ളിലേക്ക് തറച്ച് കയറുക എന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ടാണ്? അത്രയും വെലോസിറ്റി അത് അവിടുന്ന് വരുന്നു, നമ്മുടെ ഗണ്ണിൽ നിന്ന് വരുന്നോണ്ടാണ് അത്ര ഇമ്പാക്ട് അതവിടെ ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? പിന്നെ വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഓക്കെ, നമ്മുടെ ലോങ് ജമ്പിന് ലോങ് ജമ്പ് ഹൈ ജമ്പ് ഒക്കെ ചാടുന്നവര് അവര് ബാക്കിൽ നിന്ന് കുറച്ച് ഓടിയിട്ടാ വരുന്നത്. നിന്നോർത്ത് നിന്ന് ലോങ് ജമ്പ് ചാടുന്ന നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. കുറച്ച് ഓടി വന്നിട്ട് അവർ ചാടുക അല്ലെ? അങ്ങനെയല്ലേ? അങ്ങനെയാണ്. അപ്പൊ എന്തുകൊണ്ടാണ്? അവർ ആ ഒരു സ്പീഡ് ഗെയിൻ ചെയ്യാണ്, നല്ല ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അവിടെ ഇമ്പാക്ട് പറഞ്ഞാൽ എന്താണ്? അവർക്ക് അത് ചാടണം, അതാണ് അവരുടെ ഇമ്പാക്ട്. അപ്പൊ അതിനു വേണ്ടി അവർ അത്രയും സ്പീഡിൽ വരെയാണ്. ബോഡി ഒന്ന് നിങ്ങളൊന്നും ബോഡി വാം ചെയ്യാനൊക്കെയാണ്, അവർ ആ ഒരു ഇമ്പാക്ടിന് വേണ്ടിയിട്ട് വെലോസിറ്റി കൂട്ടുകയാണ്. അത്രയും സ്പീഡിൽ ഓടി വരുമ്പോൾ അവർക്ക് ഇമ്പാക്ട് കൂടും, അവർക്കത് നന്നായിട്ട് ചാടാൻ പറ്റും. ഓക്കെ. അപ്പൊ അതൊക്കെയാണ് നമ്മൾ മൊമെന്റത്തിനെ കുറിച്ച് പറയുന്നത്. മാസ് കൂടുതലാണെങ്കിൽ, ഹൈ വെലോസിറ്റി ആണെങ്കിൽ ഇമ്പാക്ട് കൂടും. ഓക്കെ ആണോ? മൊമെന്റം ഓക്കെ ആണോ? ഓക്കെയാണ്. പിന്നെ നിങ്ങൾ ഓക്കെ, ഈ എന്താ പറയാ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ അമ്യൂസ്മെന്റ് പാർക്കിലൊക്കെ പോകുമ്പോ അതിനിപ്പോ എന്താ അതിന് പറയാന്ന് എനിക്ക് അറിയില്ല അതിന്റെ പേര്. ഒരു എന്താ പറയാ, ഒരു തോണി പോലെ ഒരു സാധനം, അത് ഇങ്ങനെ ഒരു സൈഡിലേക്ക് നല്ല ഉയരത്തിൽ പോകും, പിന്നെ താഴ്ന്ന് വന്ന് മറ്റേ സൈഡിലേക്ക് നല്ല ഉയരത്തിൽ പോകും. കേറിയിട്ടുണ്ടാവും നിങ്ങൾ ഒരു പക്ഷെ. അതിനെയൊക്കെ നമ്മൾ ഇതാണ് എന്താ പറയാ, ഒരു സൈഡിലേക്ക് അത്രയും സ്പീഡിൽ പോകുന്നതുകൊണ്ടാണ് അത് താഴത്തേക്ക് ഇറങ്ങും, മറ്റേ സൈഡിലേക്ക് അത്രയും സ്പീഡിലേക്ക് പോകാൻ പറ്റുന്നത്. അല്ല, അത് താഴെ കിടന്ന് മാത്രം നമ്മൾ ഈ പെൻഡിൽ ആടുന്ന പോലെ ആടി കളിക്കുകയാണെങ്കിൽ എന്താണ്, അതിന് തീരെ സ്പീഡ് ഉണ്ടാവില്ല, നമുക്കൊരു ഫണ്ണും ഉണ്ടാവില്ല. ഒരു സൈഡിലേക്ക് അത്രയും അത് സ്പീഡിൽ പോകുന്നുണ്ട്, അതുകൊണ്ട് അത് എന്ത് സംഭവിക്കുന്നു, അത് അതേപോലെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മൊത്തം സ്പീഡിലേക്ക് പോകാൻ അതിന് പറ്റുന്നു. അതൊക്കെ ഇതിൽ പറഞ്ഞ കുറച്ച് എക്സാമ്പിൾസ് ആണ്. അപ്പൊ നമുക്ക് ഇത്രയാണ് ചിന്തിക്കാതെ, നിങ്ങളോട് മൊമെന്റത്തെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾ അപ്പൊ മനസ്സിലാക്കുക, മാസ് കൂടുമ്പോൾ എന്ത് കൂടും? മൊമെന്റം കൂടും. വെലോസിറ്റി കൂടുമ്പോൾ മൊമെന്റം കൂടും. അതൊരു മൂവിങ് ഒബ്ജക്റ്റിന് മാത്രമേ മൊമെന്റം ഉള്ളൂ. അതെന്താ അങ്ങനെ പറയാൻ കാരണം? നമ്മുടെ ഇക്വേഷൻ നോക്കിയ മാസ് ഇൻടു വെലോസിറ്റി ആണ്, അതാണ് മൊമെന്റം. വെലോസിറ്റി 0 ആയാൽ പിന്നെ മൊമെന്റം ഉണ്ടോ? ഇല്ല. മൂവിങ് ഒബ്ജക്റ്റിന് മാത്രമേ വെലോസിറ്റി 0 ആവാതിരിക്കുള്ളൂ. റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന് വെലോസിറ്റി ഉണ്ടോ? ഇല്ല. അപ്പൊ എന്താണ്? അപ്പൊ അവിടെ മൊമെന്റം ഉണ്ടാവില്ല. അതുകൊണ്ട് മൂവിങ് ഒബ്ജക്ട്സിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടിയാണ് മൊമെന്റം. മാസ് ഇൻടു വെലോസിറ്റി കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ദാറ്റ്സ് ഇറ്റ്. ഇത് മാത്രമേ നമുക്ക് ഈ ഒരു ഏരിയയിൽ നമുക്ക് അധികമായിട്ട് മനസ്സിലാക്കേണ്ടുള്ളൂ. ഓക്കെ. പിന്നെന്താ മൊമെന്റത്തെ കുറിച്ച് ടെക്സ്റ്റിൽ പറയുന്നത്? കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടല്ലേ?
ഓക്കെ, ആ ക്വസ്റ്റ്യൻസ് ഞാൻ പറയണോ നിങ്ങൾ ചെയ്തിട്ട് വെക്കോ? എന്താണ്? ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞുതരാം, എന്നിട്ട് നിങ്ങൾ അത് ഹോംവർക്ക് ആക്കിയിട്ട്, ഹോംവർക്ക് അല്ല, നിങ്ങൾ അത് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഇട്ടാൽ മതി. ഇന്ന് തന്നെ ഇടാം കേട്ടോ. ഇനിയിപ്പോ നിങ്ങൾക്ക് വെക്കേഷൻ ഒക്കെ ആണെങ്കിൽ വെക്കേഷൻസ് നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇന്ന് നിങ്ങൾ നമ്മളെ ക്ലാസ് കഴിഞ്ഞ പാടത്താണ് ജസ്റ്റ് ഒരു 10 മിനിറ്റ് നിങ്ങൾ ഇരുന്നാൽ മതി, നിങ്ങൾക്ക് അത് ആൻസർ കിട്ടും. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം അതിന്റെ ആൻസർ അല്ല, അതിന്റെ വഴി പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്കത് സുഖമായിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ നോക്കട്ടെ. എ കാർ ഓഫ് 1000 കിലോഗ്രാം മൂവ്സ് വിത്ത് വെലോസിറ്റി ഓഫ്, ഓക്കെ, 1000 കിലോ ഭാരമുള്ള ഒരു കാറ് 1000 കിലോ ഭാരമുള്ള ഒരു കാറ് 10 മീറ്റർ പെർ സെക്കൻഡിൽ പോവാണ്. ബ്രേക്ക് കൊടുത്തു, അത് 5 സെക്കൻഡിൽ റെസ്റ്റിൽ വന്നു. അത് ഇനീഷ്യൽ മൊമെന്റോ ഫൈനൽ മൊമെന്റോ നിങ്ങൾ മനസ്സിലാക്കുക. എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് നമുക്ക് എന്താ വേണ്ടത്? മാസും വേണം, വെലോസിറ്റി വേണം. വെലോസിറ്റി ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് അതൊന്ന് മൊമെന്റോ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞു, ഒരു ബോഡി റെസ്റ്റിലേക്ക് വരികയാണെങ്കിൽ, റെസ്റ്റിലേക്ക് വന്നു എന്ന് കരുതുക, അതിന്റെ വെലോസിറ്റി എന്തായിരിക്കും എന്ന് പറഞ്ഞേ? ഒരു ബോർഡ് 0. വെരി ഗുഡ്, 0 ആണ്. നമ്മൾ ആദ്യം പറഞ്ഞതാണത്. റെസ്റ്റിൽ നിന്ന് എടുക്കുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും, റെസ്റ്റിലേക്ക് വന്നാൽ ഫൈനൽ വെലോസിറ്റി 0 ആയിരിക്കും. അപ്പൊ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പ്രകാരം എന്താണ്? 1000 കിലോഗ്രാം ഉള്ള ഒരു കാറാണ്. അപ്പൊ അതിന്റെ ഇനീഷ്യൽ മൊമെന്റം കാണാം. ഇനീഷ്യൽ മൊമെന്റം കാണണമെങ്കിൽ മാസ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി. ഫൈനൽ മൊമെന്റ് ആണ് കാണണമെങ്കിൽ മാസ് ഇൻറ്റു ഫൈനൽ വെലോസിറ്റി. അത്രയേ ഉള്ളൂ. അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് പറഞ്ഞിട്ടുണ്ട്. മാസ് 1000 ആണ്. 1000 ഇൻറ്റു 10 ചെയ്താൽ എന്താണ്? നമുക്ക് ഇനീഷ്യൽ മൊമെന്റം കിട്ടില്ലേ? കിട്ടും. ഇനി രണ്ടാമത്തെ എന്താണ്? ഫൈനൽ മൊമെന്റം എന്താണെന്നാണ്. ഫൈനൽ മൊമെന്റം കാണാൻ തന്നെ ഫൈനൽ വെലോസിറ്റി 0 ആണ്. അപ്പൊ പിന്നെ ഫൈനൽ മൊമെന്റം ഉണ്ടാവുമോ? ഇല്ല. അപ്പൊ എന്താ ഫൈനൽ മൊമെന്റം? 0 ആണ്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണത്. ഈ രണ്ടാമത്തെ ക്വസ്റ്റൻ എന്താണ്? ഹോക്കി ബോൾ ഓഫ് മാസ് 200 gram ഹിറ്റ്സ് ഓൺ എ ഹോക്കി സ്റ്റിക്ക് വിത്ത് വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഹോക്കി ബോളിന്റെ വെയിറ്റ് വന്നിട്ടുണ്ട് 200 ഗ്രാം ആണത്. ഓക്കെ, ഗ്രാം ആണത്. വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് നമ്മളത് ഹോക്കി ബോൾ കൊണ്ട്, നമ്മുടെ ഈ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് നമ്മൾ ബോള് അടിച്ചു കളഞ്ഞു. ഇനി ഇത് സംഭവിക്കുന്നത് കാൽക്കുലേറ്റ് ചേഞ്ച് ഇൻ മൊമെന്റം. ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. അതായത് ഫൈനൽ മൊമെന്റത്തിൽ നിന്ന് ഇനീഷ്യൽ മൊമെന്റം കുറയ്ക്കാനാണ് ഈ പറയുന്നത്, ചേഞ്ച് ഇൻ മൊമെന്റം. ഇനി എന്താ പറയുന്നത്? ഇഫ് ദ ബോൾ ബൗൺസസ് ബാക്ക് ഓൺ ദ സെയിം പാത്ത് വിത്ത് ദ സെയിം സ്പീഡ്. ഇവിടെ അവര് ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് അവരെ ഫൈനൽ വെലോസിറ്റി അവർ തന്നിട്ടുണ്ട്. എന്താണ്? പോയ വെലോസിറ്റി തന്നെ തിരിച്ചു വന്നതാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, പോയത് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് അടിച്ചു വിട്ട് വിചാരിക്കുക. അപ്പൊ പോണത് ലെഫ്റ്റ് സൈഡിലേക്കാ, തിരിച്ചു വരുന്നതോ റൈറ്റിലേക്കാണ് വരുന്നത്. അപ്പൊ അതിന് ഡയറക്ഷൻ മാറിയിട്ടുണ്ട്. അപ്പോ വേറൊന്നും പറഞ്ഞില്ല. 200 ഗ്രാമുള്ള ഒരു ബോളാണ് 10 മീറ്റർ പെർ സെക്കൻഡിൽ പോയി, 10 മീറ്റർ പെർ സെക്കൻഡിൽ തിരിച്ചു വന്നു. അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റും? മാസ് 200 ഗ്രാമിലെ 200 ഗ്രാം എന്ന് പറയുമ്പോൾ 200/1000 എന്താണ്? 0.2 kg അടുത്ത് വരും. അപ്പൊ ഇനീഷ്യൽ മൊമെന്റം കാണാൻ എന്താണ്? ഈ 0.2 ഇൻറ്റു 10 മീറ്റർ പെർ സെക്കൻഡ്. നമുക്ക് എന്ത് കിട്ടും? 2 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഇനി പിന്നെ എന്താ ചോദിച്ചിട്ടുള്ളത്? ഇനി ഫൈനൽ മൊമെന്റം കാണാം. ഫൈനൽ മൊമെന്റം കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, മാസ് ഇത് തന്നെയാണ്, 0.2 തന്നെയാണ്. സ്പീഡും എന്താണ്? വെലോസിറ്റി എന്താണ്? ഈ 10 തന്നെയാണ്. പക്ഷേ 10 വെറും 10 അല്ല, -10 നിങ്ങൾ എടുക്കണം. കാരണം എന്താണ്? വെലോസിറ്റി ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. പോയ ഡയറക്ഷനിലേക്ക് അല്ല തിരിച്ചു വരുന്നത്, ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് തിരിച്ചു വരുന്നത്. അല്ലെ? പോയ അതേപോലെ ഇങ്ങോട്ട് ബാക്കിലേക്ക് വരില്ലേ? ബാക്കിലേക്ക് വരുമ്പോ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായി, പോയതിന്റെ ഓപ്പോസിറ്റ് അല്ലേ വരുന്നത്. മൈനസ് ആക്കി എടുക്കണം. അപ്പൊ അതെന്ത് കിട്ടും? -2 എന്ന് കിട്ടും. അപ്പൊ ഇതിന് ഡിഫറൻസ് കാണാൻ എന്താ ചെയ്യാ? ഫൈനൽ മൈനസ് ഇനീഷ്യൽ. ഫൈനൽ എന്താണ്? -2. ഇനീഷ്യൽ എന്താണ്? 2. അപ്പൊ -2 എന്ത് വരും? -4 വരും. അപ്പൊ അതതിന്റെ ആൻസർ. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റൻ എന്താണ്? ലോഡഡ് ലോറി, ലോറിയാണ്, ഓഫ് മാസ് 12,000 kg. മാസ് കൂടി അല്ലെ? 12,000 kg moves with a velocity of 12 meter per second. Its velocity becomes 10 meter per second after 5 seconds. ഓക്കെ, അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി 12 ആണ്, ഫൈനൽ വെലോസിറ്റി 10 ആണ്. വെലോസിറ്റി കുറഞ്ഞു, 5 സെക്കൻഡ് ടൈമും തന്നിട്ടുണ്ട്. അത് നന്നായി എന്തായാലും. അപ്പൊ എന്താ ഫസ്റ്റ് ചോദ്യം? വാട്ട് ഇസ് ഇനീഷ്യൽ മൊമെന്റം ആൻഡ് വാട്ട്സ് ദ ഫൈനൽ മൊമെന്റം? കണ്ടൂടെ? 12,000 കിലോഗ്രാം മാസ് ഇൻറ്റു 12 ചെയ്യുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി കിട്ടും. ഈ 12,000 കിലോഗ്രാം ഇൻറ്റു 10 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഫൈനൽ കിട്ടും. ഈ ചേഞ്ച് ഇൻ മൊമെന്റം കാണാൻ എന്താണ്? ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം കണ്ടാൽ മതി. ഇനി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം പറയുമ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എങ്ങനെയാണ് കാണുന്നത്? ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി എന്നറിയോ? നമ്മുടെ ആ ചേഞ്ച് ഇൻ മൊമെന്റം അല്ലേ, അതിനെ ടൈം കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അതായത് ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം, അതാണ് നമ്മുടെ ചേഞ്ച് ഇൻ മൊമെന്റം. അത് നമ്മൾ ഓൾറെഡി ബി പാർട്ടിൽ, ക്വസ്റ്റ്യനിലെ ബി പാർട്ടിൽ അതാണ് ചോദ്യം. ചേഞ്ച് ഇൻ മൊമെന്റം എന്താണെന്ന് ചോദിച്ചത്, അത് നമ്മളിവിടെ കണ്ടെത്തി. ആ കണ്ടെത്തിയതിനെ
അവർ തന്ന ടൈം എത്ര ടൈമാണ് 5 സെക്കൻഡ് എങ്ങാണ് തന്നത്, അതിനെ വെച്ചിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. ടൈമിനനുസരിച്ച് മൊമെന്റം എങ്ങനെയാണ് ചേഞ്ച് ആവുന്നത്, അതാണ് റേറ്റ് ഓഫ് ചേഞ്ചിന്റെ അർത്ഥം. വിത്ത് റെസ്പെക്ട് ടു ടൈം ഈ മൊമെന്റത്തിന് എങ്ങനെയാണ് ചേഞ്ച് വരുന്നത്, ടൈമിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മൊമെന്റം എങ്ങനെ ചേഞ്ച് ആവുന്നു, അതാണ് നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. അത് നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ അത് മൊമെന്റത്തിന് എത്രയേ ഉള്ളൂ, ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എത്രയേ ഉള്ളൂ, ഇനേർഷ്യ, പിന്നെ മാസ് ആൻഡ് ഇനേർഷ്യ, മൊമെന്റം. ഇത് ക്ലിയർ ആണോ? ആരുമില്ലേ? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അപ്പൊ ഇതുവരെ നമുക്ക് നമ്മൾ എന്ത് പഠിച്ചു? ഫസ്റ്റ് ലോ ഓഫ് മോഷൻ പഠിച്ചു, അതിന്റെ കുറച്ച് കാര്യങ്ങളും പഠിച്ചു. ഓക്കെ, ഇനി രണ്ടാമത് നമുക്ക് എന്താണുള്ളത്? ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ, അതല്ലേ രണ്ടാമതുള്ളത്? ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. ഓക്കെ, സെക്കൻഡ് ലോ ഓഫ് മോഷൻ, ന്യൂട്ടന്റെ രണ്ടാമത്തെ ചലന നിയമം. ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് ആണെന്ന് വെച്ചാൽ ഈ ഒരു കാര്യം, ഇത്രയും ഇനേർഷ്യ നമ്മൾ പറഞ്ഞു, പിന്നെ തേർഡ് ലോ, ഫസ്റ്റ് ലോയും തേർഡ് ലോയും അവിടെ നിൽക്കട്ടെ. ഇതിനെ വെച്ചിട്ട് ഈ ഒരു സംഭവത്തിൽ ഈ സെക്കൻഡ് ലോയിൽ വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് വെച്ചിട്ടാണ് ഇനി അങ്ങോട്ട് നമ്മൾ ന്യൂട്ടന്റെ ഒരുവിധ എല്ലാം പറയാൻ പോകുന്നത്. ഈ ഒരു എഫ് ഈസ് ഈക്വൽ ടു എം എ എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻ ഉണ്ട് നമുക്ക്. എഫ് അത് നമ്മൾ കണ്ടെത്തും, അത് അങ്ങോട്ട് എത്തും നമ്മൾ. എഫ് ഈസ് ഈക്വൽ ടു എം എ എന്നുള്ള ആ ഒരു ഇക്വേഷൻ, അത് നമ്മൾ എവിടെ പോയാലും നമ്മൾ ആ ഇക്വേഷൻ മറക്കാൻ പാടില്ല. അങ്ങനെ എല്ലായിടത്തും ഈ ഒരു സാധനം വെച്ചിട്ടാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പോകുന്നത്. ഏത്? എഫ് ഈസ് ഈക്വൽ ടു എം. അപ്പൊ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ, എന്ത് സെക്കൻഡ് ലോ പറയുന്നത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ മൊമെന്റം ഡിവൈഡഡ് ബൈ ടൈം. അതാണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ, നേരത്തെ നമ്മൾ കണ്ടെത്തി. ചേഞ്ച് ഇൻ മൊമെന്റം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് എ ബോഡി. ഒരു ബോഡിയിലെ മൊമെന്റത്തിന്റെ ചേഞ്ച്, ടൈമിനനുസരിച്ച് ഒരു ബോഡിയുടെ മൊമെന്റത്തിൽ വരുന്ന ചേഞ്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ്. ഒരു ബോഡിയിൽ, ഞാനിപ്പോ പോയിട്ട് ഒരു ബോഡിയിൽ എന്താ പറയാ, ഒരു ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോഡിയാണ്, അതിന് ഞാൻ കുറച്ചും കൂടി ഫോഴ്സ് അങ്ങോട്ട് കൊടുത്തു. അപ്പൊ അതിൽ വരുന്ന മൊമെന്റത്തിന്റെ ചേഞ്ച് ഞാൻ കൊടുക്കുന്ന പുറത്തുനിന്ന് ഞാൻ എക്സ്റ്റേണലി കൊടുക്കുന്ന അൺബാലൻസ്ഡ് ആയ ഫോഴ്സിനെ എന്താ പറയാ, ഫോഴ്സിനെ പ്രപ്പോർഷണൽ ആയിരിക്കും. ഫോഴ്സ് അനുസരിച്ചിരിക്കും അതിൽ വരുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. ഞാൻ നല്ലോണം ഫോഴ്സ് കൊടുത്താൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം വളരെ കൂടുതലായിരിക്കും. ഫോഴ്സ് കൂടുന്തോറും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം കൂടും, ഫോഴ്സ് കുറയുന്തോറും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം കുറയും. അതാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ പറഞ്ഞാൽ എന്താണ്? ഒന്ന് കൂടുമ്പോൾ ഒന്ന് കൂടും, അത് കുറയുമ്പോൾ മറ്റത് കുറയും. അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് കൂടുമ്പോൾ ഇൻ കേസ് മൊമെന്റം കുറയായിരുന്നെങ്കിൽ അതിന് നമ്മൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ പറയും. അങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ടാണ്, ഇൻവേഴ്സ് ആയിട്ടാണ് നടക്കുന്നത്. ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയുകയാണെങ്കിൽ അതെന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. ഡയറക്ട്ലി പ്രൊപ്പോർഷൻ പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് കൂടുമ്പോൾ മൊമെന്റം കൂടുന്നു, മൊമെന്റം അല്ല, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. അങ്ങനെയാണെങ്കിൽ അതിന് നമ്മൾ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ എന്ന് പറയുന്നു. ഇവിടെ ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ പ്രകാരം എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. മൊമെന്റത്തിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഫോഴ്സ് പുറത്തുനിന്ന് കൊടുക്കുന്ന അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഫോഴ്സിനോട് ഫോഴ്സിനെ അനുസരിച്ചിരിക്കും. ഫോഴ്സ് പുറത്തുനിന്ന് കൊടുക്കുന്ന ഫോഴ്സ് കൂടുതലാണെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം കൂടുതലായിരിക്കും. നിങ്ങളുടെ സ്ക്രീനിലേക്ക് നോക്കിയേ, എഫ് പ്രൊപ്പോർഷണൽ ടു എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി. ഈ എം ഇൻറ്റു വി മൈനസ് യു എന്താണ്? അതാണ് ചേഞ്ച് ഇൻ മൊമെന്റം. അപ്പൊ ആ ബ്രാക്കറ്റിലേക്ക് മാറ്റി എഴുതിയേ ഉള്ളൂ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താ വരിക? എം വി മൈനസ് എം യു എന്ന് വരും അല്ലെ? എം ഇൻറ്റു വി മൈനസ് എം ഇൻറ്റു യു. എം ഇൻറ്റു വി എന്താണ്? വി ഫൈനൽ ആണ്, ഫൈനൽ വെലോസിറ്റി ആണ്. അപ്പൊ എം ഇൻറ്റു വി ഫൈനൽ വെലോസിറ്റി, ഫൈനൽ മൊമെന്റം മൈനസ് ഇനിഷ്യൽ മൊമെന്റം. അത് തന്നെയാണ് ആ ബ്രാക്കറ്റ് ഇട്ടു എഴുതിയേ ഉള്ളൂ. എം ഇൻറ്റു വി മൈനസ് യു ദ ഹോൾ ഡിവൈഡഡ് ബൈ ടി. എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. അത് ഫോഴ്സിനോട് പ്രപ്പോർഷണൽ ആണ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഇങ്ങനെ ഒരു സംഭവം, ഒരു ഇക്വേഷൻ കിട്ടി. എഫ് പ്രപ്പോർഷണാലിറ്റി സൈൻ ഉള്ള ഒരു ഇക്വേഷൻ ആണ്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം? അതിന് നമ്മൾ ആ എന്താ പറയാ, പ്രപ്പോർഷണാലിറ്റി സൈൻ മാറ്റണം. നമുക്കത് ഈക്വൽ ടു എന്നുള്ള ഫോമിൽ കിട്ടണം അല്ലേ? ഫോമിൽ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒരു കോൺസ്റ്റന്റ് അവിടെ അപ്ലൈ ചെയ്താൽ മതി, ഒരു കോൺസ്റ്റന്റ് ഇട്ട് കൊടുത്താൽ മതി അവിടെ. അപ്പൊ പ്രപ്പോർഷണാലിറ്റി സൈൻ അങ്ങ് പോകും. നിങ്ങൾ നമ്മുടെ സ്ക്രീനിലേക്ക് നോക്കിയേ, എഫ് പ്രപ്പോർഷണൽ ടു എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി. ഈ വി മൈനസ് യു ബൈ ടി എന്താണ്? വി മൈനസ് യു ബൈ ടി എന്താണ്? ആക്സിലറേഷൻ അല്ലേ? അല്ലേടോ, ആക്സിലറേഷൻ അല്ലേ? ആണ്, ശരിയാണ്. ആക്സിലറേഷൻ ഒക്കെ നമ്മൾ പഠിച്ചത് നേരത്തെ പഠിച്ചാണ്. ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി ആണ്. അപ്പൊ ഇവിടെ ആ വി മൈനസ് യു ബൈ ടി എന്ന് വലിച്ചു വാരി എഴുതുന്നതിന് പകരം നമുക്ക് ജസ്റ്റ് ആക്സിലറേഷന്റെ എന്ന് കൊടുത്താൽ പോരെ? അപ്പൊ എന്ത് വരും? എഫ് പ്രപ്പോർഷണൽ ടു എം എന്ന് വരും. ഇനി ആ പ്രപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ ഞാൻ ഇവിടെ കോൺസ്റ്റന്റ് അപ്ലൈ ചെയ്തു, കെ.
ഫോഴ്സ് കോൺസ്റ്റന്റ് കെ ഞാൻ അവിടെ അപ്ലൈ ചെയ്തു. അവിടെ ഞാൻ ജസ്റ്റ് കെ ഇട്ട് കൊടുത്തു. ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാണ് അവിടെ കെ ഇട്ട് കൊടുത്തത്. ഇപ്പൊ നമ്മുടെ ഭാഗ്യം കൊണ്ടാണോ ന്യൂട്ടന്റെ ഭാഗ്യം കൊണ്ടെന്ന് അറിയില്ല, കെന്റെ വാല്യൂ 1 എന്നാണ് അദ്ദേഹം, ഇതൊക്കെ ന്യൂട്ടൺ പറഞ്ഞതാണ് അല്ലേ, കെന്റെ വാല്യൂ 1 ആക്കിയിട്ടാണ് എടുത്തത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, F is equal to 1 into m എന്ന് എഴുതാം. 1നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 into എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. F is equal to ma. ഒരു ബോക്സ് നിങ്ങൾ ടെക്സ്റ്റിൽ ഇല്ലാതെ പോർഷൻ ഉണ്ടോ നോക്കട്ടെ, ടെക്സ്റ്റില് F is equal to ma എന്ന് പറയുന്നുണ്ട്. അവിടെ നിങ്ങൾ ഒരു ബോക്സ് വരച്ചിട്ടെ, F is equal to ma, അതിന് ചുറ്റും ഒരു ബോക്സ് F is equal to ma. കാരണം ഇത് അത്രയും വലിയ ഒരു സാധനമാണ് അങ്ങനെ തന്നെ പറയാം. നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് F is equal to ma എന്ന് പറഞ്ഞ ഇക്വേഷൻ. ബോക്സ് വരച്ചിട്ടോ? ഓക്കെ. ഇനി അതിന്റെ താഴെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്. അവരെന്താ പറയുന്നത്, നിങ്ങൾ ടെക്സ്റ്റിലേക്ക് നോക്കിയേ. കാർ മൂവിംഗ് വിത്ത് സ്പീഡ് ഓഫ് 108 km/h. ഓക്കെ, 108 km/h മൂവ് ചെയ്യുന്ന ഒരു കാറാണ്. കാറിന് വേഗം പെട്ടെന്ന് ഒരു ബ്രേക്ക് അപ്ലൈ ചെയ്തു. 4 സെക്കൻഡിന് ശേഷം കാർ റെസ്റ്റിൽ വന്നു. അപ്പൊ എന്താ പറഞ്ഞത്, കാറിന്റെ മാസ് തന്നിട്ടുണ്ട് 1000 കിലോഗ്രാം, വിത്ത് പാസഞ്ചേഴ്സ് ആണ്, 1000 കിലോഗ്രാം തന്നിട്ടുണ്ട്. വാട്ട് വിൽ ബി ദ ഫോഴ്സ് അപ്ലൈഡ് വെൻ ദ ബ്രേക്ക് ഈസ് അപ്ലൈഡ്? ഓക്കെ, ആ ബ്രേക്ക് അപ്ലൈ ചെയ്തപ്പോൾ ഉണ്ടായ ആ ഒരു ഫോഴ്സ്, ഈ കാറിനെ നിർത്താൻ പറ്റിയ ആ ഒരു ഫോഴ്സ്, അത് എത്ര ഫോഴ്സ് ആണ് എന്നാണ് നമ്മൾ കാണാൻ പറ്റുള്ളത്. അപ്പൊ ആദ്യം നിങ്ങൾ നോക്കുക, നിങ്ങൾ കണ്ടോ 108 km/h എന്നാണ് അതിന്റെ സ്പീഡ്, ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുള്ളത് 108 km/h. നമുക്ക് km/h വേണ്ട, നമുക്ക് എന്തേ വേണ്ടു, നമുക്ക് മീറ്റർ/സെക്കൻഡ് മതി, SI യൂണിറ്റ് മതി. ഞാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, km/h മീറ്റർ/സെക്കൻഡിലേക്ക് ആക്കാൻ നമ്മൾ ജസ്റ്റ് 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടോ? അങ്ങനെ ഞാൻ പറഞ്ഞത് എവിടെയെങ്കിലും കേട്ടൊരു ഓർമ്മയുണ്ടോ? ഉണ്ട്. അപ്പൊ നമുക്ക് ഈ 108 km/h എന്നുള്ള 108നെ 5/18, 5/18 അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് കിട്ടും ഉത്തരം എന്ത്, 30 m/s എന്ന്. കണ്ടോ, അവിടെ കൊടുത്തിട്ടുണ്ട് 108 × 5/18. അത്രയും വലിയ ആ ഒരു 1000ഉം 16 അതൊക്കെ അവിടെ മുകളിലുണ്ട്. അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ആ km/h 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് കിട്ടും 30 m/s എന്ന് കിട്ടും. ഇനി ഇനീഷ്യൽ വെലോസിറ്റി 30 m/s ആണ്, ഫൈനൽ വെലോസിറ്റി 0 എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അവർ പറയല്ല, നമ്മൾ ചിന്തിച്ചു. എങ്ങനെ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഫൈനൽ വെലോസിറ്റി 0 ആയത് പറഞ്ഞ് നോക്കട്ടെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോന്ന്. എന്തുകൊണ്ടാണ് ഫൈനൽ വെലോസിറ്റി 0 ആയത്? ബ്രേക്കിലോട്ട് അപ്ലൈ റെസ്റ്റിലോട്ട് വന്നു. വെരി ഗുഡ്, റെസ്റ്റിലേക്ക് വന്ന ഫൈനൽ വെലോസിറ്റി 0 ആണ്. ഇനീഷ്യൽ വെലോസിറ്റി 30 ആണ്, ഫൈനൽ വെലോസിറ്റി 0 ആണ്. ഇനി മാസ് അവർ തന്നിട്ടുണ്ട്, എത്രയാണ്, 1000 കിലോഗ്രാം തന്നിട്ടുണ്ട്. അപ്പൊ ന്യൂട്ടന്റെ ഇക്വേഷൻ പ്രകാരം F is equal to എന്താണ്, ma ആണ്. എന്ന് വെച്ചാൽ എന്താണ്, v - u/t ആണ് അല്ലെ. ആക്സിലറേഷൻ വെച്ചാൽ എന്താണ്, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. അപ്പൊ നമ്മൾ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്, F is equal to m × v - u/t എന്നുള്ള ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. m 1000 ആണെന്ന് നമുക്കറിയാം. v - u, v 0 ആണ്, u എന്താണ് 30 ആണ്. അപ്പോ -30 എന്ന് വരും. v - u ആണ്, v 0 ആണ്, -30 ബൈ ടി. ടി എത്ര സെക്കൻഡ് കൊണ്ട് അത് റിസ്റ്റിലേക്ക് വന്നേ, 4 സെക്കൻഡ് കൊണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇക്വേഷൻ എന്ത് വരും, 1000 × 0 - 30/4 എന്ന് വരും. അപ്പൊ ആൻസർ എത്ര കിട്ടും, -7500 ന്യൂട്ടൺ. ന്യൂട്ടൺ എഴുതാൻ മറക്കരുത്, ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. അപ്പൊ നെഗറ്റീവ് സൈൻ എന്താന്ന് പറഞ്ഞത്, അപ്പൊ ഇങ്ങനെ കണ്ടോ, നിങ്ങൾ നെഗറ്റീവ് വന്നു. ഇവിടെ നമുക്ക് നെഗറ്റീവ് വന്നു. എന്താ നെഗറ്റീവിന്റെ അർത്ഥം, കാറ് പോകുന്ന ഡയറക്ഷനിലേക്കല്ല അല്ലെ, അപ്ലൈഡ് ഫോഴ്സ് ഈ കാറിന് പോകുന്ന മോഷന് എതിരെയാണ് കൊടുത്തിട്ടുള്ളത്. അല്ലാതെ പിന്നെയും കാറിനെ തള്ളുന്ന രീതിയിലേക്ക് അങ്ങോട്ടാണോ കൊടുക്കേണ്ടത്? അല്ല, അതിന്റെ ഓപ്പോസിറ്റ്, അതിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോഴ്സ് കൊടുത്താലേ അത് നിൽക്കുള്ളൂ. അല്ലെങ്കിൽ കുറച്ചും കൂടി സ്പീഡിൽ മുന്നോട്ട് പോവല്ലേ ചെയ്യാം. അപ്പൊ അതാണ്, കാറിന്റെ മോഷന് എതിരെയാണ് നമ്മളിപ്പോ ഒരു സാധനം സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ എപ്പോഴും അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അത് പോകുന്ന ഡയറക്ഷന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്നിട്ട് ഫോഴ്സ് കൊടുക്കണം, എന്നാലേ നിൽക്കുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. എന്താണ്, velocity of an object of mass 5 kilogram increases from 3 m/s to the direction of motion. Okay, sorry. The velocity of an object of mass 5 kilogram increases from 3 m/s to 7 m/s. Okay, final initial ഒക്കെ അവർ തന്നിട്ടുണ്ട് അല്ലെ, 3ഉം 7 ഒക്കെ ഉണ്ട്. Applying a force continuously for 2 seconds. അപ്പൊ എന്ത് തന്നിട്ടുണ്ട്, മാസ് തന്നിട്ടുണ്ട്, v തന്നിട്ടുണ്ട്, u തന്നിട്ടുണ്ട്, t തന്നിട്ടുണ്ട്. നമ്മുടെ ഇക്വേഷന് വേണ്ട എഫ് കാണാനുള്ള എല്ലാം ആയിട്ടുണ്ട്. പക്ഷെ എന്താ ചോദ്യം, ഫൈൻഡ് ദ ഫോഴ്സ് അപ്ലൈഡ്. ഓക്കെ, ആദ്യം തന്നെ ഫോഴ്സ് അപ്ലൈ ചെയ്യാം, കാണാം. എങ്ങനെയാണ്, u 3 ആണ്, v 7 ആണ്, ടൈം 2 ആണ്,
എം 5 ആണ്. അപ്പൊ എഫ് ഈസ് ഈക്വൽ ടു എം എ അഥവാ എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി ഇക്വേഷൻ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 10 ന്യൂട്ടൺ എന്ന് കിട്ടും. അത് നമുക്ക് സംശയമില്ല. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്, ഇഫ് ഡ്യൂറേഷൻ ഫോർ വിച്ച് ഫോഴ്സ് ആക്ട്സ് ഇസ് എക്സ്റ്റെൻഡഡ് 5 സെക്കൻഡ്. ഇത് 10 പകരം 2 സെക്കൻഡിന് പകരം 5 സെക്കൻഡ് ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ആക്കിയാൽ വാട്ട് വിൽ ബി ദ വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്ട്. അപ്പൊ നമുക്ക് വെലോസിറ്റി ആണ് കാണുന്നത്. ഇനീഷ്യൽ വെലോസിറ്റി മാറുന്നില്ല, അത് 3 തന്നെയാണ്. ഫൈനൽ വെലോസിറ്റിക്കാണ് മാറ്റം വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, എന്താ അവരവിടെ പറഞ്ഞിട്ടുള്ളത്? അപ്പൊ നമുക്ക് ഫോഴ്സ് കിട്ടി 10 ന്യൂട്ടൺ എന്ന്. അപ്പൊ അതിന് ആദ്യം ആക്സലറേഷൻ കാണാം. എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എ ആണെങ്കിൽ എ കാണാൻ എഫ് ഡിവൈഡഡ് ബൈ എം ചെയ്താൽ പോരെ. ആ ഈക്വൽ ടു സൈനിന്റെ ഇപ്പുറത്തേക്ക് എമ്മിനെ കൊണ്ടുവന്നാൽ മതി. അപ്പൊ ഒരു സൈഡിൽ എ മാത്രം കിട്ടും. അപ്പൊ എ ഈക്വൽ ടു എന്ത് വരും, എഫ് ബൈ എം എന്ന് വരും. എഫ് ഓൾറെഡി 10 തന്നിട്ടുണ്ട്, മാസ് ഓൾറെഡി 5 തന്നിട്ടുണ്ട്. അപ്പൊ ആക്സിലറേഷൻ എത്ര കിട്ടി? 10/5 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടി. അപ്പൊ എ കിട്ടി. നമ്മളുടെ ന്യൂട്ടന്റെ ഫസ്റ്റ് എന്താ പറയാ, ന്യൂട്ടന്റെ അല്ല, ഇക്വേഷൻ ഓഫ് മോഷൻ ഫസ്റ്റ് എന്താ, വി ഈക്വൽ ടു യു പ്ലസ് 80 എന്നാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഞാൻ ഇവിടെ ബോക്സ് വരച്ച് വെക്കാൻ പറഞ്ഞിരുന്നു. അപ്പോഴേ ഞാൻ പറഞ്ഞു ഈക്വേഷൻസ് ഒക്കെ നമുക്ക് അടുത്ത ചാപ്റ്ററിൽ ആവശ്യമുണ്ടെന്ന്. വി ഈക്വൽ ടു യു പ്ലസ് 80. യു 3 ആ നമുക്കറിയാം. എ ഇൻറ്റു ടി, എ എത്രയാണ് 2, ടി എത്രയാണ് 5. എ ഇൻറ്റു ടി 5, സോറി എ ഇൻറ്റു ടി 2 ഇൻറ്റു 5 എത്രയാണ് 10. അപ്പോൾ വി ഈക്വൽ ടു യു പ്ലസ് 80 ആണ്. അതായത് യു 3 ആണ്. 3 + 10 30 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് നമുക്ക് ഉത്തരം കിട്ടും. അത് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, ഇനി ഒരു ചോദ്യം ഉണ്ട്, വെലോസിറ്റി ടൈം ഗ്രാഫ്. അതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി അതിൽ അവർ ഉത്തരം തരാത്തൊരു ചോദ്യം ഉണ്ടല്ലോ. M1 and M2 ആർ മാസസ് ഓഫ് 2 ബോഡീസ്. M1 M2 എന്ന് പറഞ്ഞാൽ രണ്ട് ബോഡി ഉണ്ട്. When a force of 5 Newton is applied on each body, M1 gets acceleration of 10 meter per second square and M2 20. ഓക്കെ, 5 ന്യൂട്ടൺ ഫോഴ്സ് രണ്ട് ബോഡിക്കും സെപ്പറേറ്റ് ആയി കൊടുക്കുകയാണ്. സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ M1 എന്ന് പറഞ്ഞ ബോഡിയിൽ ഉണ്ടാവുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് ആക്സിലറേഷൻ, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. M2 ഉണ്ടാകുന്ന ആക്സിലറേഷൻ എത്രയാണ്? 20 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇനി if these two bodies are tied together and the same force is applied, find the acceleration of the combined system. ഇനി രണ്ടും കൂടി കൂട്ടിക്കെട്ടി, ഈ രണ്ട് ബോഡിയും കൂട്ടിക്കെട്ടിയിട്ട് നമ്മൾ ഈ ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ അപ്പൊ അതിനുണ്ടാകുന്ന ആക്സിലറേഷൻ എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്നറിയോ, ആദ്യം നമ്മൾ രണ്ട് ബോഡിയും വെയിറ്റ് എത്രയാണെന്ന് കാണണം. നമുക്ക് ബോഡിയുടെ എത്ര വെയിറ്റ് തന്നിട്ടില്ല. ഫോഴ്സ് കൊടുക്കുമ്പോൾ അത് 5 ന്യൂട്ടൺ കൊടുക്കുമ്പോൾ ഒന്നിലുണ്ടാവുന്ന ആക്സിലറേഷൻ 10, അടുത്തിലുണ്ടാവുന്ന ആക്സിലറേഷൻ 20. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അത് നമ്മൾ എന്ത് കാണണം, അതിന്റെ ബോഡി, ഓരോ ബോഡിയുടെയും വെയിറ്റ് കാണണം, മാസ് കാണണം. അപ്പൊ നമുക്കറിയാം എഫ് ഈക്വൽ ടു എം എ ആണ്. മാസ് കാണാൻ എന്താ ചെയ്യേണ്ടത്, ആ എനെ പുറത്തേക്ക് കൊണ്ടുവന്നാൽ മതി. അപ്പൊ എഫ് ബൈ എ ഇസ് ഈക്വൽ ടു എം എന്ന് വരില്ലേ. ഫോഴ്സ് എത്രയാണ്? 5. അപ്പൊ 5 ആദ്യത്തെ ആക്സിലറേഷൻ എത്രയാണ്? ആദ്യം വന്ന ബോഡിയിൽ 10 ആണ് ആക്സിലറേഷൻ. 5/10 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1/2, 0.5 കിലോഗ്രാം വരും. മാസ് 0.5, 1/2 കിലോന്റെയാണ് ആദ്യത്തത്. രണ്ടാമത്തെ അതേപോലെ ഫോഴ്സ് ബൈ അതിന്റെ മാസ്, അതിന്റെ ആക്സിലറേഷൻ എത്രയാണ്? 20 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ 5/20 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.25 കിലോഗ്രാം കിട്ടും. അപ്പൊ ആദ്യത്തെ ബോഡി 1/2 കിലോഗ്രാമും രണ്ടാമത്തെ ബോഡി 1/4 കിലോഗ്രാമും ഉള്ളൂ. ഇനി നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്, ഇനി രണ്ടും കൂടി കൂട്ടിക്കെട്ടിയതാ പറഞ്ഞത്. അപ്പൊ എന്താ, 1/2 കിലോഗ്രാമും 1/4 കിലോഗ്രാമും കൂടിയാണ് കൂട്ടി. അപ്പൊ എത്ര വന്നു? 3/4 കിലോ ആയി, 0.75 കിലോഗ്രാം ആയി. ഇനി 0.75 കിലോഗ്രാം ഉള്ള ഈ ബോഡിയിലാണ് ഇനി നമ്മൾ 5 ന്യൂട്ടൺ കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ചോദിച്ചത് അപ്പൊ ഉള്ള ആക്സിലറേഷൻ എത്രയാ എന്നാ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആക്സിലറേഷൻ എത്രയാവും? ആക്സിലറേഷൻ എ ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ, നമ്മുടെ എഫ് ഈക്വൽ ടു എം എ ഇക്വേഷൻ പ്രകാരം എ എന്താണ്? എഫ് ബൈ എം ആണ്. എഫ് 5 ന്യൂട്ടൺ ആണ്, അത് മാറ്റില്ല. എം രണ്ട് ബോഡിയുടെയും കൂടി കൂട്ടിക്കെട്ടിയ മാസ് എത്ര? 0.75 നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ എന്ത് വരും? ഈ ഫോഴ്സ് എഫ് 5/0.75 എന്ന് വരും. ഏകദേശം എത്ര വരും? ഒരു 6.666 അങ്ങനെ പോകും. 6.67 6.66 എന്നുള്ള രീതിയിൽ എന്ത് വരും? അതിന്റെ ആക്സിലറേഷൻ വരും. നിങ്ങൾക്ക് മനസ്സിലായോ? അത് നിങ്ങൾക്ക് ടെക്സ്റ്റിൽ തന്നിട്ടില്ല ഏതാന്ന് ചോദിച്ചത്, നിങ്ങൾക്ക് മനസ്സിലായോ? ഐഡിയ കിട്ടിയോ? ചെയ്തു വരണ്ട ഇപ്പോ. ഐഡിയ കിട്ടിയോ നിങ്ങൾക്ക് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന്? ടീച്ചർ ഒന്നുകൂടെ പറയാമോ? ഓക്കെ, പറയാം. നിങ്ങൾ അത് വേണമെങ്കിൽ അത് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. എവിടെയെങ്കിലും നിങ്ങൾ പറയുന്ന സൈഡിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ഈസി ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ എന്താണ് ടെക്സ്റ്റ്? ഓക്കെ, M1 and M2 പറഞ്ഞ രണ്ട് ബോഡി ഉണ്ട്. രണ്ട് മാസാണ് M1 ഉം M2. ഇനി എന്താ ആൻസർ കിട്ടിയോ? എന്താണ് കിട്ടിയത്? മനസ്സിലായി എന്നാണോ പറഞ്ഞത്?
റെസ്പോണ്ട് ഒരു ചെയ്യുന്നില്ലല്ലോ ആരും. ഒന്ന് പറഞ്ഞു മനസ്സിലായി എന്നാണോ പറഞ്ഞത്? ഇനി രണ്ടാമത് പറയണ്ടെന്നാണോ പറഞ്ഞത്? അല്ല മാം പറയണം. പറയണം. ശരി ശരി ശരി. ഓക്കെ. അപ്പൊ നമ്മൾ ചോദ്യം എന്താ പറയുക? 2 മാസം ഉണ്ട്, M1 M2 പറഞ്ഞ മാസം ഉണ്ട്. അപ്പൊ ഞാൻ പോയിട്ട് ഒരു 5 ന്യൂട്ടൺ രണ്ട് ബോഡിക്കും 5 ന്യൂട്ടൺ വെച്ച് കൊടുക്കുകയാണ്. ലെഫ്റ്റ് സൈഡിലെ ബോഡിക്കും റൈറ്റ് സൈഡിലെ ബോഡിക്കും അങ്ങനെ ഞാൻ പറയാം. ഓക്കെ. M1 ഉം M2. M1ന്റെ മുകളിൽ ഞാൻ 5 ന്യൂട്ടൺ കൊടുത്തപ്പോ M1ന് വന്ന ആക്സിലറേഷൻ ആണ് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. M2ന്റെ മേലെ ഞാൻ ഇതേപോലെ 5 ന്യൂട്ടൺ കൊടുത്തപ്പോൾ അവിടെ വന്ന ആക്സിലറേഷൻ ആണ് 20. അതവർ പറഞ്ഞു. ഇനി അവരെന്താ പറഞ്ഞിട്ടുള്ളത്? ഇനി ഇതിന് ശേഷം രണ്ടും കൂടി കൂട്ടിക്കെട്ടി. ഈ M1 ഉം M2 കൂടി കൂട്ടിക്കെട്ടി. അപ്പൊ മൊത്തം മാസം എന്താണ്? M1 പ്ലസ് M2 ആയി അല്ലെ? രണ്ടും കൂടി കൂട്ടിക്കെട്ടി. എന്നിട്ട് ഈ രണ്ടും കൂട്ടിക്കെട്ടി ആ ഒരു സിസ്റ്റത്തില് ഞാൻ എന്ത് കൊടുത്തു? 5 ന്യൂട്ടൺ കൊടുത്തു. അപ്പൊ അവിടെ ഉണ്ടായ, അതായത് ഈ രണ്ടും കൂട്ടിക്കെട്ടി ആ ഒരു മാസില് ഉണ്ടായ ആക്സിലറേഷൻ എത്രയാണ് എന്നാണ് അവർ ചോദിച്ചിട്ടുള്ളത്. അതാണ് അവർ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? അപ്പൊ ആദ്യം എന്ത് കാണണം? രണ്ടിന്റെയും മാസ് കാണണം. M1 എത്ര M2 എത്രയാന്ന് കാണണം. അല്ലാതെ ഒരു നിവർത്തിയില്ല. അപ്പൊ അങ്ങനെ നമ്മൾ ഇക്വേഷൻ നിങ്ങൾ പേപ്പറിലേക്ക് എഴുതിയ F=ma ആണ്. അത് ഒരിക്കലും മറക്കരുത്. ഇതിൽ നിന്ന് F=ma, അത് നമുക്ക് M1 ഉം M2 ആണ് കാണേണ്ടത്, മാസാ കാണേണ്ടത്. അങ്ങനെയെങ്കിൽ F/a, ഫോഴ്സ് ബൈ ആക്സിലറേഷൻ അല്ലേ മാസ്? ഇക്വേഷൻ പ്രകാരം ആ ആക്സിലറേഷനെ ഫോഴ്സിന് അടുത്ത് കൊണ്ടുവന്നാൽ ഇൻറ്റു എ എന്ന് പറഞ്ഞ് ഇവിടെ എത്തുമ്പോൾ ഈക്വൽ ടു ഇപ്പുറത്തെത്തുമ്പോൾ ബൈ എ ആവും. അപ്പൊ F/a=m. അത് വരില്ലേ? പറഞ്ഞേ, അത് വരില്ലേ? വരും. അപ്പൊ F/a ആയിരിക്കും മാസ് M. ഇനി F മാറുന്നില്ല, 5 ന്യൂട്ടൺ ആണ്. ഈ ക്വസ്റ്റ്യൻ മുഴുവൻ F5 ആണ്. F5 ഡിവൈഡഡ് ബൈ ആദ്യത്തെ മാസാ കാണേണ്ടത്. ആദ്യത്തെ മാസ് കാണുന്നത് M1 കാണണമെങ്കിൽ ആ M1 ഉണ്ടായ ആക്സിലറേഷൻ എത്രയാ? 10. അപ്പൊ ഈ ഫോഴ്സ് ബൈ 10 ചെയ്താൽ മാസ് കിട്ടും. അപ്പൊ ആ ഫോഴ്സ് എത്രയാണ്? 5. 5 ബൈ മാസ് 10, ആക്സിലറേഷൻ 10 പറഞ്ഞിട്ടുണ്ട്. 5 ബൈ 10 എത്ര കിട്ടി? 0.5 എന്ന് കിട്ടി. 5 ബൈ 10 പറഞ്ഞാൽ അര പറഞ്ഞാണ് 0.5. 0.5 കിലോഗ്രാം ഫസ്റ്റ് മാസിന് കിട്ടിയോ? കിട്ടി. ഇതേപോലെ രണ്ടാമത്തെ. അപ്പൊ രണ്ടാമത്തെ ചെയ്യുമ്പോൾ ഇതേ ഫോഴ്സിനെ ഡിവൈഡ് ചെയ്യേണ്ടത് അതിന്റെ ആക്സിലറേഷൻ കൊണ്ടാണ്. രണ്ടാമത്തെ എത്രയാണ്? 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ 5/20 വേണം. 5/20 പറഞ്ഞാൽ 1/4 ആണ്. അത് 0.25 കിലോഗ്രാം ആണ്. അത് കിട്ടിയോ? കിട്ടി. ഇനി നമ്മളോട് എന്താ പറഞ്ഞത്? രണ്ടും കൂടി കൂട്ടിക്കെട്ടി എന്നാ പറഞ്ഞത്. അപ്പൊ 2 മാസം കൂടി കൂട്ടിക്കെട്ടി. അതായത് 0.5 ഉം 0.25 കൂട്ടിക്കെട്ടി. അരയും കാലും ചേർത്താൽ 3/4 അല്ലേ ഇടോ? അതായത് 0.75 കിലോഗ്രാം അല്ലേ ഉണ്ടാവുക? അതെ. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താണ്? അപ്പൊ ഈ കൂട്ടിക്കെട്ടിയ ഈ ഒരു 0.75 കിലോഗ്രാം, അതായത് 3/4 കിലോഗ്രാമിൽ ഈ ഒരു വസ്തു, ആ വസ്തുവിൽ നമ്മൾ ഇനി 5 ന്യൂട്ടൺ കൊടുക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ആക്സിലറേഷൻ എത്രയാന്ന് ചോദിച്ചിട്ടുള്ളത്. ആക്സിലറേഷൻ കാണാൻ എന്ത് ചെയ്താൽ മതി? നേരത്തെ നമ്മള് എന്താ പറയാ, ആക്സിലറേഷൻ ഇപ്പുറത്തേക്ക് എടുത്തു. എന്ത് കാണാൻ? മാസ് കാണാൻ, ഇക്വേഷന്റെ. ഇനി നമ്മൾ ചെയ്യേണ്ട, മാസിന് ഇപ്പുറത്തേക്ക് എടുത്താൽ ആക്സിലറേഷൻ കിട്ടും. അപ്പൊ F/m എന്ന് കിട്ടിയാൽ =a എന്ന് കിട്ടും. F/m =a. ഫോഴ്സ് ബൈ മാസ് ആണ് ആക്സിലറേഷൻ. ഫോഴ്സ് എത്രയാണ്? 5 ന്യൂട്ടൺ ആണേ. മാസ് എത്രയാണ്? 0.75 കിലോഗ്രാം ആണേ. അപ്പൊ 5/0.75 എന്ന് വരും. അതായത് 6.66 ആക്സിലറേഷൻ കിട്ടും. കിട്ടിയോ? കിട്ടി. അപ്പൊ ഈ ഒരു പ്രോബ്ലം ക്ലിയർ ആയോ? ഇനി ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? വേണം ഞാൻ ഇനിയും പറയാം. മനസ്സിലായി. ഓക്കെ. ആ എന്താ പറയാ, പറയാൻ പറഞ്ഞ ആർക്കും മനസ്സിലായില്ലേ? മനസ്സിലായി. ഓക്കെ. അപ്പൊ നമ്മൾ ആ ഒരു പ്രോബ്ലം കഴിഞ്ഞു. ഇനി നമ്മളോട് അവരെന്താ പറയുന്നത്? ഇമ്പൾസ്. അടുത്തൊരു മെയിൻ ആയിട്ടുള്ള കാര്യമാണ് ഇമ്പൾസ്. സമയം 40:45 ഓക്കെ. നമുക്ക് കുറച്ച് സ്പീഡിൽ പോയാലേ നമ്മൾ ഇന്നത്തെ വിചാരിച്ച അത്ര ഒന്ന് തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, നമുക്ക് നോക്കാം. പോണ വരെ പോട്ടെ. ഓക്കെ. അപ്പൊ ഇമ്പൾസ്. അടുത്ത സ്ലൈഡ് ഒന്ന് എടുക്കുക. ഇമ്പൾസിന്റെ സ്ലൈഡ്. ഓക്കെ. ഇമ്പൾസ് എന്താ? ഇമ്പൾസിനെ കുറിച്ച് പറഞ്ഞു. ഇമ്പൾസീവ് ഫോഴ്സ് ഇസ് എ വെരി ലാർജ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ വെരി ഷോർട്ട് ടൈം. ഒരു ചെറിയ സമയത്ത് ഉണ്ടാവുന്ന വലിയ ഫോഴ്സ്, ഒരു ഇമ്പൾസ്, അതാണ് ഇമ്പൾസ്. ഒരു ചെറിയ സമയത്ത്, ഒരു ഷോർട്ട് ടൈമിൽ ആക്ട് ചെയ്യുന്ന വലിയ ലാർജ് ഫോഴ്സ്, അത്രയേ ഉള്ളൂ ഇമ്പൾസ്. ഇമ്പൾസ് എങ്ങനെയാ കാണുക? ഫോഴ്സ് ഇൻറ്റു ടൈം. അത്രയേ ഉള്ളൂ ഇമ്പൾസ് കാണാൻ. ഇമ്പൾസ് =ഫോഴ്സ് ഇൻറ്റു ടൈം ആണ്.
അത്രമാത്രം നിങ്ങൾ ആലോചിക്കുക. ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ടൈം ആണ്. അപ്പൊ എന്താണ് ഇമ്പൾസിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? യൂണിറ്റ് എന്തായിരിക്കും? ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ, ടൈമിന്റെ എന്താണ്? സെക്കൻഡ്. അപ്പോ ന്യൂട്ടൺ ഇൻറ്റു സെക്കൻഡ്, ന്യൂട്ടൺ സെക്കൻഡ്. ഇമ്പൾസിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ സെക്കൻഡ്. ഓക്കെ. ഇനി ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ ആണ് ഇതിൽ മെയിൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? നമ്മുടെ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പ്രകാരം, ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പ്രകാരം നമ്മൾ എങ്ങനെ എഴുതാം? ഇക്വേഷൻ എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി ആണ്. നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇനി ആ ഡിവൈഡഡ് ബൈ ടീനെ ഞാൻ ഇപ്പുറത്തേക്ക് എടുത്തു, എഫിന്റെ അടുത്തേക്ക് എടുത്തു. ഡിവൈഡഡ് ബൈ ടി ഇപ്പുറത്തെത്തുമ്പോൾ എന്താവും? ഈക്വൽ ടു ഇപ്പുറത്തെത്തുമ്പോൾ ഇൻറ്റു ടി ആയിട്ട് മാറും. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ എഫ് ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി മൈനസ് യു എന്നായി. എഫ് ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി മൈനസ് യു. ഇനി ഞാൻ ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ്. എം ഇൻറ്റു വി മൈനസ് യു ഉണ്ട്. അപ്പൊ എന്ത് വരും? എം വി മൈനസ് എം യു എന്ന് വരും അല്ലെ? എം ഇൻറ്റു വി മൈനസ് എം ഇൻറ്റു യു. എഫ് ഇൻറ്റു ടി എന്താണ്? എം വി മൈനസ് എം യു. അപ്പൊ ഇമ്പൾസ് ഇസ് ഈക്വൽ ടു, അപ്പൊ എഫ് നമുക്കറിയാം ഫോഴ്സ് ഇൻറ്റു ടൈം അഥവാ എഫ് ഇൻറ്റു ടി ആണ് ഇമ്പൾസ്. നമ്മൾ നേരത്തെ പറഞ്ഞു. എം വി മൈനസ് എം യു ആണ് ചേഞ്ച് ഇൻ മൊമെന്റം, അതും നമുക്കറിയാം. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ ചെയ്യാം? ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ പ്രകാരം നമുക്ക് എങ്ങനെ പറയാം? ഇമ്പൾസ് ഓഫ് ബോഡി ഈസ് ദ ചേഞ്ച് ഇൻ മൊമെന്റം. ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. ഇനി നിങ്ങൾ കരുതുക, അതായത് എഫ് ഇൻറ്റു ടി ഇസ് ഈക്വൽ ടു എം വി മൈനസ് എം യു. ഇനി നിങ്ങൾ കരുതുക ഈ ചേഞ്ച് ഇൻ മൊമെന്റം ഒരു കോൺസ്റ്റന്റ് ആണ് വിചാരിക്കുക. അതായത് ചേഞ്ച് ഇൻ മൊമെന്റം ആ ബോഡിയുടെ മോഷനിൽ ഏത് ടൈമിൽ എടുത്ത് നോക്കുമ്പോഴും ചേഞ്ച് ഇൻ മൊമെന്റം ഈക്വൽ ആണ്. സെയിം ചേഞ്ച് ഇൻ മൊമെന്റ് ആണ് എല്ലായിടത്തും സംഭവിക്കുന്നത്. അപ്പൊ അതൊരു കോൺസ്റ്റന്റ് ആണെങ്കിൽ എഫ് ഇൻറ്റു ടി, ഇമ്പൾസ് എഫ് ഇൻറ്റു ടി അതൊരു കോൺസ്റ്റന്റ് ആണെന്ന് നമുക്ക് പറയാം. അങ്ങനെ എഫ് ഇൻറ്റു ടി കോൺസ്റ്റന്റ് ആണെങ്കിൽ ആ ഇൻറ്റു ടീന് നമ്മൾ ഈക്വൽ ടു ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ സംഭവിക്കാം എഫ് ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഒരു കോൺസ്റ്റന്റാ, എന്തോ ആയിക്കോട്ടെ. ഉദാഹരണം നമ്മൾ അതിനെ ഒരു ഡബ്ല്യു എന്ന് കൊടുത്ത് വിചാരിക്കുക കോൺസ്റ്റന്റ്. നിങ്ങളത് പഠിക്കൊന്നും വേണ്ട, ജസ്റ്റ് പറയാം. എഫ് ഇൻറ്റു ടി ഒരു കോൺസ്റ്റന്റ് ആണ്, ലെറ്റ് ഇറ്റ് ബി ഡബ്ല്യു. ഇനി നമ്മൾ ആ ടീനെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. ഇൻറ്റു ടി ഈക്വൽ ടു ഇപ്പുറത്തും എന്താവും? ബൈ ടി ആവും. അതായത് എഫ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ബൈ ടി ഈക്വൽ ടു. ഇപ്പൊ ഞാൻ പറഞ്ഞു കോൺസ്റ്റന്റ് എന്താ പറയാ, പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാണ് നമ്മൾ കോൺസ്റ്റന്റ് കൊണ്ടുവന്നത്. അപ്പൊ കോൺസ്റ്റന്റ് എടുത്ത് മാറ്റുമ്പോൾ എന്താ വരിക? പ്രൊപ്പോർഷണാലിറ്റി സൈൻ തിരിച്ചു വരും. അപ്പൊ എഫ് പ്രൊപ്പോർഷണൽ ടു 1/t എന്നാവും. അത് കോൺസ്റ്റന്റ് പോയി, ആ ബൈ ടി അവിടെ ഓൾറെഡി ഉണ്ട്. അപ്പൊ എഫ് പ്രൊപ്പോർഷണൽ ടു 1/t എന്നാവും. അപ്പൊ നമുക്ക് എന്ത് പറയാം? ചേഞ്ച് ഓഫ് മൊമെന്റം കോൺസ്റ്റന്റ് ആണെങ്കിൽ ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി, ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ടൈമിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും. അതായത് ഫോഴ്സ് കൂടുമ്പോൾ ടൈം കുറയും, ടൈം കൂടുമ്പോൾ ഫോഴ്സ് കുറയും അല്ലെ? ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയും, അതാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ. ഫോഴ്സ് കൂടുമ്പോൾ ടൈം കുറയും, ഫോഴ്സ് കുറയുമ്പോൾ ടൈം കൂടും. അതാണ് എന്ത്? ഇമ്പൾസ് ചേഞ്ച് മൊമെന്റം പ്രകാരം നമ്മൾ പറയുന്നത്. നമുക്ക് ചെറിയൊരു ഒരു സെന്റൻസ് ആണത്. ചേഞ്ച് ഓഫ് മൊമെന്റം കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിലുണ്ടാവും അത് ആ ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ടൈം ടേക്കൺ, അത് സമയത്തിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും. ഓക്കെ, അത് മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, ഓക്കെ. ആ ഒരു ലാസ്റ്റ് സ്ലൈഡ് അല്ല, ആ ഒരു സ്ലൈഡ് എടുക്കാവോ? നെക്സ്റ്റ് സ്ലൈഡ്. നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, അപ്പോ ഇനി എന്താണ് അങ്ങനെയത്? ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റിലേക്ക് നോക്കൂ. അപ്പൊ അതില് പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളൊക്കെ ക്രിക്കറ്റ് കളിച്ചവരായിരിക്കും അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അത് വെച്ച് നമ്മൾ പറയാം. നിങ്ങളൊരു ഫീൽഡ് ചെയ്യാൻ വിചാരിക്കാം. ഇപ്പൊ ബാറ്റ്സ്മാൻ ബാറ്റ് ചെയ്തു, ബോൾ മുകളിലേക്ക് പൊന്തി വന്നു, ക്യാച്ചാണ് അല്ലെ? ക്യാച്ചാണ്. നമ്മൾ അത് കൈ പൊന്നിച്ച് അവർ മുകളിലേക്ക് പിടിക്കും, അല്ലെങ്കിൽ താഴത്തേക്ക് അവർ പിടിച്ചാൽ അവരെ പിടിച്ച പോലെ അവിടെ നിൽക്കില്ല, അവർ കൈ അവരെ ബോഡിയിലേക്ക് അടുത്തേക്ക് പിടിക്കും. മുകളിൽ നിന്ന് കൈ താഴത്തേക്ക് വലിക്കും അവര്. അല്ലെങ്കിൽ എന്താ, വളരെ വേദനയാകും അവർക്ക്. അവരെന്തിനാണ് താഴത്തേക്ക് വലിക്കുന്നത്? ഈ ബോള് മോഷനിലുള്ള ബോളാ, മുകളിലേക്ക് ഇങ്ങനെ പൊന്തി പോയിട്ട് താഴത്തേക്ക് വരുന്ന ബോളാ. അത്രയും വെലോസിറ്റിയിലൊക്കെയാണ് താഴത്തേക്ക് വരുന്നത്. ക്രിക്കറ്റ് ബോളാണ്, മാസ് കൂടുതലാണ്, അത്ര വെലോസിറ്റിയിലാണ് താഴത്തേക്ക് വരുന്നത്. അപ്പൊ അതൊക്കെ അവർ നേരെ അങ്ങ് ക്യാച്ച് പിടിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? അവിടെ അത്രയും വേദന, അത്രയും ഇമ്പാക്ട് ഉണ്ടാക്കുക ബോൾ അവരെ കയ്യില്. അതിന്റെ മോഷനെ സ്റ്റോപ്പ് ചെയ്യണം അവർ. അപ്പൊ അത്രയും വേദനയാവും. അവരെന്ത് ചെയ്യാം? മെല്ലെയാണ് അവരെ ബോളിന്റെ മോഷൻ സ്റ്റോപ്പ് ചെയ്തത്. മുകളിൽ നിന്ന് പിടിച്ചോടുകൂടി അവർ താഴത്തേക്ക് വലിക്കുകയാണ് ആ ബോളിനെ. ഇപ്പം സംഭവിക്കും, അത് നിൽക്കാനുള്ള ടൈം കൂടും. അതിന്റെ മോഷൻ സ്റ്റോപ്പ് ചെയ്യാൻ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യില്ല, മെല്ലെ സ്റ്റോപ്പ് ചെയ്യുന്നവര്.
അപ്പൊ അതിന്റെ ടൈം കൂടുമ്പോൾ അതിവിടെ ഫോഴ്സ് കുറയും, അവർക്ക് ഇമ്പാക്ട് കുറയും. മനസ്സിലായോ? അതിനാണ് അവരെന്ത് സംഭവിക്കുന്നത്, ബോളും കാച്ച് ചെയ്യുമ്പോ തന്നെ താഴത്തേക്ക് വലിക്കുന്നത്. അതുകൊണ്ടാണ് വേദന കുറയാനാണ്. ഇനി ഒരു പോൾ വോൾട്ട് ജമ്പ്, ഡ്യൂറിങ് എ പോൾ വോൾട്ട് ജമ്പ് ദ ഇമ്പാക്ട് ഇസ് റെഡ്യൂസ്ഡ് ബൈ ഫാളിംഗ് ഓൺ എ ഫോം ബെഡ്. അവരിങ്ങനെ പോൾ വാൾട്ട് നമ്മളിങ്ങനെ അത് കുത്തി ചാടുമ്പോൾ നേരെ അവർ പോയി വീഴുന്നത് ഒരു ഫോം ബെഡിലേക്കാണ്, നേരെ മണ്ണിലേക്കൊന്നും അല്ല അവർ വീഴുന്നത്, ജസ്റ്റ് ഒരു ഫോം ബെഡിലേക്ക്. അപ്പൊ എന്താണ്, അവരുടെ ആ ഒരു പൊങ്ങി വരുന്ന അവരുടെ മോഷൻ ഈ ഫോം ബെഡിലേക്ക് അവർ താഴ്ന്നു പോകുമ്പോൾ അവരുടെ സ്റ്റോപ്പ് ചെയ്യുന്നത്, അവരുടെ ആ മോഷൻ മെല്ലെ മെല്ലെയാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്. ഇവിടെയൊക്കെ ഈ ഒരു പറയുന്ന 4 കേസിലും എന്താ പറയുന്നവര്, ടൈം, അവരുടെ ആ മോഷനെ സ്റ്റോപ്പ് ചെയ്യാൻ ടൈം കൂട്ടുകയാണ് അവർ ചെയ്യുന്നത്. അപ്പൊ ടൈം കൂടുമ്പോൾ എന്ത് സംഭവിക്കും, ഫോഴ്സ് കുറയും. അപ്പൊ നമുക്ക് അധികം ഇമ്പാക്ട് വരില്ല അവർക്ക്. അവരുടെ മോഷനെ സ്റ്റോപ്പ് ചെയ്യാൻ ടൈം നമ്മൾ കൂട്ടി കൊണ്ടുവരികയാണ്. കുറച്ചും കൂടി ടൈം എടുത്തിട്ടാണ് അവരുടെ മോഷൻ സ്റ്റോപ്പ് ചെയ്യുന്നത്, അപ്പൊ ഫോഴ്സ് കുറയും. ഇനി എന്താ പറയുന്നത്, ഈ ഗ്ലാസ് വെയർസ് ഒക്കെ നമ്മൾ സ്പോഞ്ചിന്റെ, ഇപ്പൊ നമ്മൾ കുറച്ച് ചില്ല് പാത്രങ്ങൾ, ഗ്ലാസിന്റെ പ്ലേറ്റോ അതോ അങ്ങനെയൊക്കെ വാങ്ങുകയാണെങ്കിൽ അതിന് ചുറ്റും അവർ എന്ത് ചെയ്യും, കുറച്ച് അതുപോലെ വൈക്കോല് അതുപോലെ എന്താ പറയാ, അങ്ങനെ കുറച്ച് സ്പോഞ്ചൊക്കെ ഇടും അവര്. എന്തിനാണ് അവർ ചെയ്യുന്നത്, ഇതിങ്ങനെ തട്ടലും മുട്ടലും വരുമ്പോ ഇത് ജസ്റ്റ് അവര് തമ്മിലുള്ള ആ ഒരു എന്താ പറയാ ജെർക്കിങ്ങിന്റെ ടൈം കൂടും ഇത് വരുമ്പോ. ഇത്ര മനസ്സിലാക്കിയ ഇതെല്ലാം സംഭവം എന്താണ്, ടൈം കൂട്ടുകയാണ്, അതിന്റെ മോഷനെ സ്റ്റോപ്പ് ചെയ്യാൻ ടൈം കൂട്ടുകയാണ്. അത് കുറച്ച് ടൈം എടുത്തിട്ടാണ്, ലാപ്സ് ചെയ്തിട്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഇതിന്റെ മോഷൻ സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്, ഫോഴ്സ് അവിടെ കുറയും. അപ്പൊ അതിന്റെ ഇടിയുടെ ഇമ്പാക്ട് അവിടെ കുറയും. ഇത്ര മനസ്സിലാക്കുക. ഫോഴ്സ് കുറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം, ടൈം കൂട്ടുകയാണ്, ഫോഴ്സ് കുറയാൻ വേണ്ടി നമ്മൾ ടൈം കൂട്ടുകയാണ്. ഇത്രയേ ഉള്ളൂ. നമുക്ക് തേർഡ് ലോയിലേക്ക് പോയാലോ? പോവല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ശരി. അല്ല, ആ ഒരു സ്ലൈഡ് തന്നെ ആയിക്കോട്ടെ, നേരത്തെ അതേ സ്ലൈഡ് ആയിക്കോട്ടെ, മാറ്റണ്ട. ഇനി നമ്മുടെ ടെക്സ്റ്റിലേക്ക് നമുക്ക് നോക്കാം. തേർഡ് ലോ പ്രകാരം എന്താ പറയുന്നത്, അതിൽ കുറച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു വിൻഡോ, ജനവാതിലിന്റെ ഒരു ജനലിന്റെ 2 സൈഡിലേക്ക് നമ്മൾ ഒരു സ്ട്രിങ് വലിച്ചു കെട്ടി അതിന്റെ ഉള്ളിൽ ഒരു സ്ട്രോയിൽ നമ്മളൊരു വീർപ്പിച്ച ഒരു ബലൂൺ നമ്മൾ പേസ്റ്റ് ചെയ്ത് വിചാരിക്കുക. എന്നിട്ട് അത് ആ ബലൂണിന്റെ നമ്മൾ കെട്ടി വെച്ചിരിക്കുകയുള്ള ബലൂണ്, ആ കെട്ടങ്ങ് അഴിച്ചു വിട്ടാൽ ഈ സ്ട്രോ അത്രയും സ്പീഡിൽ മുകളിലേക്ക് അങ്ങ് പോകുന്നതാണ്. നമ്മുടെ ഫിഗറിൽ നോക്കിയാൽ അറിയാം. അപ്പൊ എന്താണ്, ബലൂണിൽ കാറ്റ് അഴിച്ചു വിടുമ്പോൾ കാറ്റ് താഴത്തോട്ടാ പോകുന്നത്, പക്ഷെ ബലൂൺ മുകളിലേക്ക് പോകും. ആ കാറ്റ് താഴത്തോട്ട് പോകുന്ന ആ ഒരു ഫോഴ്സ് കൊണ്ട് ഈ ബലൂൺ മുകളിലേക്കാണ് പോകുന്നത്. പിന്നെ താഴെ വേറെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു ബോയിലിംഗ് ട്യൂബ്, അതിൽ കുറച്ച് വെള്ളം ഉണ്ട്, അത് നമ്മൾ കോക്ക് വെച്ചിട്ട് നമ്മൾ അടച്ചു, എന്നിട്ട് അത് താഴെ കത്തിക്കുക, അത് ഹീറ്റ് ചെയ്യാണ്. കുറെ കഴിയുമ്പോൾ ആ ഒരു പ്രഷർ താങ്ങാൻ വയ്യാതെ ഈ കോക്ക് തെറിച്ച് ഒരു സൈഡിലേക്ക് പോകും. കാരണം ഉള്ളിലെ പ്രഷർ താങ്ങാൻ വയ്യാതെ കോക്ക് തെറിച്ചു പോകും. ഈ കോക്ക് ഏത് സൈഡിലേക്കാണോ തെറിച്ചു പോകുന്നത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കായിരിക്കും നമ്മുടെ ബോയിലിംഗ് ട്യൂബ് മൂവ് ചെയ്യുക. ഇത് തെറിച്ചു പോകുന്ന ആ ഒരു ഫോഴ്സ്, അതുകൊണ്ട് ആ ഫോഴ്സ് കൊണ്ട് നമ്മളെ ഈ ട്യൂബ് എന്താ, ഇപ്പൊ കോക്ക് ബാക്കിലേക്കാണ് പോകുന്നതെന്ന് വെച്ചാൽ ഫ്രണ്ടിലേക്കായിരിക്കും നമ്മുടെ ട്യൂബ് മൂവ് ചെയ്യുക. ഇതൊക്കെ അവർ പറഞ്ഞ എക്സാമ്പിൾ ആണ്. എന്തിനാണ് അവർ പറയുന്നത്, ന്യൂട്ടന്റെ തേർഡ് ലോ പറയാൻ വേണ്ടിയിട്ടാണ് അവർ ഈ പറയുന്നത്. ടു എവറി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്താലും, നമ്മൾ ആദ്യം പറയില്ലേ, നമ്മൾ എന്തെങ്കിലും ആർക്കെങ്കിലും ഒരു പണി ഒപ്പിച്ചാൽ തിരിച്ച് കിട്ടും എന്ന് നമ്മൾ പറയും. അത് തന്നെയാണ് ന്യൂട്ടൻ അതൊക്കെ ഒരു ലോ ആയിട്ട് കൊണ്ടുവന്നു. എന്തൊരു ആക്ഷൻ ചെയ്യുകയാണെങ്കിലും ആ ആക്ഷൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട്, നമ്മൾ ഒരാൾക്ക് ഒരു പാര വെച്ചാൽ അതേ പാര നമുക്ക് തിരിച്ചും കിട്ടും. അത് ആലോചിച്ചാൽ മതി. ഈക്വൽ ആയിട്ട് പാര തിരിച്ചു കിട്ടും. ഏതൊരു ആക്ഷനും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് റിയാക്ഷൻ ഉണ്ടായിരിക്കും. അത്രേ ന്യൂട്ടൻ പറഞ്ഞിട്ടുള്ളൂ. അതാണ് ന്യൂട്ടന്റെ തേർഡ് ലോ. സിമ്പിൾ ആണ്. ആദ്യം ഞാൻ പറഞ്ഞാണ് തേർഡ് ലോ ആണ് ഏറ്റവും സിമ്പിൾ. ഇപ്പൊ ന്യൂട്ടന്റെ ലോ ഒക്കെ ഇപ്പോൾ എക്സാംസിനൊക്കെ ചോദിക്കുമ്പോൾ ന്യൂട്ടൻസ് ലോ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും കുറച്ചാവും നമ്മൾ എഴുതുക. കുറച്ച് സീനാണത് പറയാൻ, കുറച്ച് വലിയ ലോ ആണല്ലോ. തേർഡ് ലോ എല്ലാവരും എഴുതി വയ്ക്കും. പിന്നെ തേർഡ് ലോനെ കുറിച്ചാവും പിന്നെ ഫുൾ എക്സ്പ്ലനേഷൻ. കാരണം എന്താണ്, ടു എവറി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ കഴിഞ്ഞു. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനും സിമ്പിൾ ആണ്. ന്യൂട്ടന്റെ 3 ലോസും നിങ്ങൾ കാണാതെ പഠിക്കണം. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ പറഞ്ഞ ഒരു ആക്ഷനും ഒരു റിയാക്ഷനും ഉണ്ടായിരിക്കുന്ന പറഞ്ഞത്. നിങ്ങളുടെ ഫസ്റ്റ് കേസിൽ നോക്കിയത് ആ ബലൂണ്, ആ ഫിഗറിലേക്ക് നോക്കൂ. ആ ബലൂൺ ആ ജനലിലെ 2 സൈഡിലും നമ്മൾ ആ ഒരു സ്ട്രിങ് കെട്ടിയിട്ട് അവിടെ ബലൂൺ സ്റ്റിക്ക് ചെയ്തില്ലേ സ്ട്രോയില്, ആ ഒരു ഫിഗറിലേക്ക് നോക്കൂ. അതില് എന്താ പറയുന്നത്, ആക്ഷനും റിയാക്ഷനും ഉണ്ട്.
ഇങ്ങനെ നടക്കുമ്പോൾ ഒരു ആക്ഷനും റിയാക്ഷനും, ഒരു ആക്ഷൻ ചെയ്താൽ അതിന്റെ റിയാക്ഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ അത് നമുക്കറിയാം, isn't it due to the force produced by the strong release of air? നമ്മൾ ആ ബലൂൺ കാറ്റടിച്ച് വിട്ടപ്പോൾ ഒരു സ്ട്രോങ് ഫോഴ്സ്, അതിന്റെ ഉള്ളിലുള്ള ആ എയർ മുഴുവൻ താഴത്തോട്ട് പോയി. ആ ഫോഴ്സ് ആണ് ആക്ഷൻ. ആ ഫോഴ്സ് ആണ് ആക്ഷൻ. നമ്മൾ ആ ബലൂൺ തുറന്നു വിട്ടപ്പോൾ അതിൽ കാറ്റ് പുറത്തേക്ക് പോയി, അത് ആക്ഷൻ ആണ്. റിയാക്ഷൻ എന്താണ്? ബലൂൺ മുകളിലേക്ക് പോയത് റിയാക്ഷൻ ആണ്. മനസ്സിലായോ? അതാണ് ആക്ഷനും റിയാക്ഷനും. നമ്മൾ കാറ്റഴിച്ച് വിട്ടു, അവിടെ ഒരു കാറ്റ് മൊത്തം പുറത്തേക്ക് പോയി, അവിടെ ഒരു ഫോഴ്സ് ഉണ്ടായി താഴത്തോട്ട്. ആ ഫോഴ്സ് ആണ് ആക്ഷൻ. അതിന് ആ ആക്ഷന് കാരണമാണ്, ആ ആക്ഷൻ കൊണ്ടാണ് ഈ ബലൂൺ മുകളിലേക്ക് പോയത്, ആ സ്ട്രിങ്ങിന്റെ മുകളിൽ കൂടെ പോയത്. ആ സ്ട്രോ മുകളിലേക്ക് പോയില്ലേ, അത് സ്ട്രോ മുകളിലേക്ക് പോകാൻ കാരണം എന്താണ്? ഈ ബലൂണിൽ ആക്ഷൻ നടന്നു, മൊത്തം ഇത് മുകളിലേക്ക് പോയി റിയാക്ഷൻ ആയി. ഓക്കെ, നിങ്ങൾക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. എന്താണ് ടേബിൾ പറഞ്ഞിട്ടുള്ളത്? ഒരു ടേബിൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ടേബിൾ അതിന് മുന്നേ അവർ പറയുന്നത് റോക്കറ്റ് പ്രൊപ്പൽഷനെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, റോക്കറ്റ് ഇപ്പൊ ISROന്റെ ഒക്കെ റോക്കറ്റ് വിടുന്ന, സാറ്റലൈറ്റ് ഒക്കെ വിടുന്ന നമ്മൾ TV കണ്ടിട്ടുണ്ടാവും. താഴെ അത്രയും ഹോട്ട് ഫ്യൂവല് അത്ര ബേൺ ചെയ്തിട്ട് ഒരു നിറച്ചിങ്ങനെ ഇത് ബേൺ ചെയ്യുന്ന ആ ഫോഴ്സ് താഴത്തേക്ക്, ആ ഗ്യാസ് എല്ലാം ആ ഫോഴ്സ് താഴത്തേക്കാ. അതുകൊണ്ട് മാത്രമാണ് അത് അത്രയും, അത് ഗ്യാസ് അവിടെ ബേൺ ചെയ്ത ഫോഴ്സ് താഴത്തോട്ട് പോകുന്നതുകൊണ്ടാണ് നമ്മുടെ റോക്കറ്റ് മുകളിലേക്ക് പോകുന്നത്. ഇല്ലേ? എസ്കേപ്പിംഗ് ഓഫ് ഹോട്ട് ഗ്യാസ് ഫ്രം ദി ജെറ്റ് ഓഫ് റോക്കറ്റ് ഈസ് ആക്ഷൻ. ആ ഗ്യാസ് താഴത്തോട്ട് പോകുന്നതാണ് ആക്ഷൻ. ഇനി റോക്കറ്റ് മുകളിലേക്ക് പോകുന്നതാണ് റിയാക്ഷൻ. ഈ ഗ്യാസ് താഴത്തോട്ട് പോകുന്ന ആ ഒരു ഫോഴ്സ് കൊണ്ടാണ്, അല്ലേ? അപ്പൊ ഈ ഒരു ഗ്യാസ് താഴത്തോട്ട് പോകുമ്പോ അവിടെ ഉണ്ടാക്കപ്പെടുന്ന ആ ഒരു ഫോഴ്സ്, ആ എക്സേർട്ട് ചെയ്യുന്ന ആ ഫോഴ്സ് കൊണ്ടാണ് റോക്കറ്റ് മുകളിലേക്ക് പോകുന്നത്. അവിടെ ഒരു ആക്ഷൻ റിയാക്ഷൻ പെയർ ആണ് സംഭവിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, അപ്പൊ നമുക്ക് താഴെ ഒരു ടേബിൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ആ ടേബിള് ഒരു സിറ്റുവേഷൻ തന്നിട്ടുണ്ട് അവര്, അതിന്റെ ആക്ഷനും റിയാക്ഷൻ നമ്മൾ പറയണം. അപ്പോ ഫസ്റ്റ് അവർ തന്നിട്ടുണ്ട്. സെക്കൻഡ് എന്താണ്? എ മാൻ ജംപ്സ് ഫ്രം എ ബോട്ട് ടു ഷോർ. നമ്മളിപ്പോ തോണിയിൽ നിൽക്കുകയാണ്. ആ തോണിയിൽ നിന്ന് നമ്മൾ കരയിലേക്ക് ചാടുമ്പോൾ തോണിയുടെ മുകളിൽ ആദ്യം നമ്മൾ ഒന്ന് ഒരു ഫോഴ്സ് കൊടുക്കും. എന്നിട്ടാണ് അപ്പൊ എന്ത് ചെയ്യും, അല്ലെ? നമ്മളൊരു ഫോഴ്സ് നമ്മൾ ബോട്ടിലേക്ക് കൊടുക്കുമ്പോൾ ബോട്ട് ബാക്കിലേക്ക് പോകും, കുറച്ച് ബോട്ട് ബാക്കിലേക്ക് പോകും. അപ്പൊ നമ്മൾ അങ്ങോട്ടൊരു ഫോഴ്സ് ബോട്ടിന് കൊടുത്തു. ബോട്ട് എന്ത് ചെയ്യാണ്? ഈക്വൽ ആയിട്ടുള്ള ഓപ്പോസിറ്റ് ആയിട്ട്, അല്ലെ? ഈക്വൽ ആയിട്ടൊരു ഫോഴ്സ് നമുക്ക് തരികയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ബോട്ട് ബാക്കിലേക്ക് പോയി, നമ്മള് ഫ്രണ്ടിലേക്കും പോയി. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ആയത്. രണ്ടാമത്തെ കേസ് എന്താണ്? ബുള്ളറ്റ് ഈസ് ഫയർഡ് ഫ്രം എ ഗൺ. ഒരു ഗണ്ണിൽ നിന്ന് ബുള്ളറ്റ് ഫയർ ചെയ്തു, അല്ലേ? അപ്പൊ എന്ത് സംഭവിച്ചു? ആദ്യം എന്താ സംഭവിക്കുന്നത്? അവിടെ ഈ ബുള്ളറ്റ് ഗണ്ണിന്റെ മുകളില്, ബുള്ളറ്റ് നമ്മുടെ തോക്കില് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തോക്ക് ബാക്കിലേക്ക് പോകും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, തോക്ക് ബാക്കിലേക്കേ പോവാം. നമ്മൾ വെടിവെക്കുമ്പോൾ തോക്ക് ബാക്കിലേക്ക് പോകും, നമ്മുടെ കൈ ബാക്കിലേക്ക് ഓട്ടോമാറ്റിക്കലി വരും. കാരണം ബുള്ളറ്റ് ആദ്യം ഒരു ഫോഴ്സ് ഈ തോക്കിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ തോക്ക് ബാക്കിലേക്ക് പോകും. അപ്പൊ ആ ബാക്കിലേക്ക് പോകുന്ന തോക്ക്, അല്ലെ, ആ ഗണ്ണ് അതേ ഫോഴ്സ്, ഈക്വൽ ആയിട്ടുള്ള ആ ഒരു ഫോഴ്സ് ഈ ബുള്ളറ്റിന് കൊടുക്കുകയാണ്. ബുള്ളറ്റ് ഫ്രണ്ടിലേക്ക് പോകുന്നു. അതാണ് റിയാക്ഷൻ. ഇനി ഒരു ബോട്ട് നമ്മൾ തോണി തുഴയാന്ന് വിചാരിക്കുക. വെള്ളത്തിലേക്ക് നമ്മൾ തോണി തുഴയുന്ന ആള് വെള്ളത്തിലേക്ക് ഒരു ഫോഴ്സ് താഴത്തോട്ട് വെള്ളത്തിലേക്ക് കൊടുക്കുന്നു. അപ്പൊ എന്താ സംഭവിക്കുന്നത്? വെള്ളം അതേപോലത്തെ ഫോഴ്സ് നമുക്ക് ഇവിടേക്ക് കൊടുക്കുന്നുണ്ട് ബോട്ടിലേക്ക്. അതാണ് ബോട്ട് ഫോർവേഡ് മൂവ് ചെയ്യുന്നത്. ഇത്ര ആലോചിച്ചാൽ മതി. ആക്ഷനും റിയാക്ഷനും ഒരേ ബോഡിയിലല്ല സംഭവിക്കുന്നത്. ഞാൻ പറഞ്ഞു, ബുള്ളറ്റ് തോക്കില് ആക്ഷൻ കൊടുത്തു, തോക്ക് തിരിച്ച് റിയാക്ഷൻ ബുള്ളറ്റിന് കൊടുത്തു. രണ്ട് ബോഡിയിലാണ് സംഭവിക്കുന്നത്. ഓക്കെ, രണ്ട് ബോഡിയിലാണ് സംഭവിക്കുന്നത്. അപ്പൊ അത് നിങ്ങളുടെ സ്ക്രീനിലേക്ക് നിങ്ങൾക്ക് നോക്കാം. As a result of the applied force by a second body to a body, reaction will occur at the second body. കണ്ടോ? റിയാക്ഷൻ നടക്കുന്നത് സെക്കൻഡ് ബോഡിയിലാണ്, ആക്ഷൻ നടക്കുന്നത് ഫസ്റ്റ് ബോഡിയിലും, റിയാക്ഷൻ നടക്കുന്നത് സെക്കൻഡ് ബോഡിയിലുമാണ്. ഒരിക്കലും, അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഒരേ ബോഡി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണെങ്കിൽ അത് ഒരേ ബോഡിയിൽ വർക്ക് ചെയ്യുന്ന വെച്ചാൽ ക്യാൻസൽ ചെയ്ത് പോവില്ലേ? ഇവിടെ ക്യാൻസൽ ചെയ്ത് പോകുന്നില്ല. എന്തുകൊണ്ടാണ് ക്യാൻസൽ ചെയ്ത് പോകാത്തത്? രണ്ട് ബോഡിയിലാണ് നടക്കുന്നത്. ആക്ഷൻ റിയാക്ഷൻ ഡിഫറെന്റ് ബോഡീസിലാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ക്യാൻസൽ ചെയ്ത് പോവാത്തത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ടീച്ചർ. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഇന്നിപ്പോ സമയം 12 മണി കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇത്രേ പറയാൻ. ഇന്നിപ്പോ നമ്മൾ തേർഡ് ലോ കഴിഞ്ഞു. ഈ ഒരു ക്ലാസ്സും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് മൊമെന്റം കൺസർവേഷനും റോക്കറ്റ് പ്രൊപ്പൾഷൻ ഇല്ല, കുറച്ചും കൂടി ഉണ്ട്. പിന്നെ നമ്മൾ ഗണ്ണിന്റെ 2-3 കേസ് പറഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്ററും അങ്ങ്
വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ. ഓക്കെ ആണോ? ഇന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ക്ലിയർ ആണോ എല്ലാം? ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇല്ലേ, ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യണം. അതായത് പേജ് നമ്പർ ഞാൻ പറയാം. പേജ് നമ്പർ എത്രയാപ്പോ? പേജ് നമ്പർ അതെവിടെ പോയി? ഓക്കെ, 50 യെസ്. 50-ലെ ലാസ്റ്റ് ത്രീ ക്വസ്റ്റ്യൻസ് ചെയ്യണം. പിന്നെ പേജ് നമ്പർ 53-ൽ നമ്മുടെ M1 ആൻഡ് M2 എന്ന് പറഞ്ഞ ആ ഒരു ക്വസ്റ്റ്യനും. മൊത്തം 4 ക്വസ്റ്റ്യൻ. ഓക്കെ ആണോ? ചെയ്യുവോ? ഓക്കെ ശരി. അപ്പൊ ഇനിയിപ്പോ അടുത്ത ആഴ്ച നമുക്ക് ക്ലാസ് ഉണ്ടാവും എനിക്കറിയില്ല, കാരണം ക്രിസ്മസ് വെക്കേഷനും ഒക്കെ ആയതുകൊണ്ട്. അപ്പൊ എല്ലാവർക്കും അതിന് മുന്നേ ഒരു അഡ്വാൻസ്ഡ് ഹാപ്പി ക്രിസ്മസ് കേട്ടോ. എൻജോയ് ചെയ്യാം. ഓക്കെ ഓക്കെ, താങ്ക് യു. ശരി, ഓക്കെ ഓക്കെ. ഹാപ്പി ക്രിസ്മസ്. ടീച്ചർ ഹോംവർക്ക് ഗ്രൂപ്പിലാണ് ഇടേണ്ടത്? നമ്മുടെ 9th ഗ്രൂപ്പ് ഇല്ലേ, അതിലിട്ടാ മതി. ഓക്കെ ടീച്ചർ. ഓക്കെ താങ്ക് യു. ശരി. ഓക്കെ, വെൽക്കം. നമുക്കിനിയൊന്നുമില്ല. ഓക്കെ, വെൽക്കം. താങ്ക് യു ടീച്ചർ. ഓക്കെ, നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്താലോ? ഇനിയൊന്നും ഇല്ലല്ലോ? ഓക്കെ, വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ ശരി. Good morning. ഹലോ. ഇന്ന് വർക്കില്ലായിരുന്നോ? ഇന്ന് വർക്കില്ല, ഇന്ന് ഒഴിവാ. ഞാൻ ലീവ് എടുക്കാൻ നിൽക്കാറുണ്ടായത്. എന്തായാലും നാട്ടിലൊക്കെ വന്നല്ലേ. പിന്നെ കസിന്റെ മാരേജ് ആണ്, അപ്പൊ അതിന്റെ തിരക്കിലാണ്. 2 ആഴ്ച ഉണ്ടോ കല്യാണം? റെക്കോർഡിംഗ് ഓഫ് ആക്കടാ, ഇത് ഷെയർ ചെയ്യുമ്പോ പിന്നെ നമ്മുടെ സംസാരം കൂടി ആയിട്ട് പോകും.